നാരായണ. ഹരി ഓം. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം, നമസ്കാരം. ഒരു ചെറിയ ഗണപതി ഭജനയൊന്ന് പാടി നോക്കട്ടെ. ഞാൻ മുമ്പൊക്കെ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരുന്ന ആളാണ്, പക്ഷെ ഇപ്പോൾ ഭജനകളൊക്കെ നിർത്തി, അല്ലെങ്കിൽ പാടാറില്ല. എങ്കിലും ശ്രമിച്ചു നോക്കാം. ഗണപതി ഭജന തമിഴ് പദങ്ങളാണ്. ഓം ശ്രീ മഹാഗണപതയേ നമഃ. പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ. പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ. சார்ந்து வணங்கி ஸ்துதி பாடி ஆடி உந்தன் சந்நிதி சரணமடைந்தோமே. சார்ந்து வணங்கி ஸ்துதி பாடி ஆடி உந்தன் சந்நிதி சரணமடைந்தோமே. சாந்த சித்த சௌபாகியம் யாவையும் தந்தருள் சத்குரு நீயே. சாந்த சித்த சௌபாகியம் யாவையும் தந்தருள் சத்குரு நீயே. பிரபோ கணபதே பரிபூரண வாழ்வருள்வாயே. பிரபோ கணபதே गणपते गणपते. आदिमूल गणनाथ गजानन अद्भुत धवल स्वरूपा. आदिमूल गणनाथ गजानन अद्भुत धवल स्वरूपा. देवदेव जय विजय विनायक चिन्मय परशिवदीपा. देवदेव जय विजय विनायक चिन्मय परशिवदीपा. प्रभो गणपते परिपूर्ण வாழ்வருள்வாயே. प्रभो गणपते गणपते गणपते.
தேடி தேடி எங்கோ ஓடுகின்றார் உன்னை தேடி கண்டு கொள்ளலாமே. தேடி தேடி எங்கோ ஓடுகின்றார் உன்னை தேடி கண்டு கொள்ளலாமே. கோடி கோடி மத யானைகள் பணி செய்யும் குன்றென விளங்கும் பெம்மானே. கோடி கோடி மத யானைகள் பணி செய்யும் குன்றென விளங்கும் பெம்மானே. பிரபோ கணபதே பரிபூரண வாழ்வருள்வாயே. பிரபோ கணபதே கணபதே கணபதே. ஞான வைராഗ്യ விசார சாரஸ்வர ராகலய நடன பாதா. ஞான வைராഗ്യ விசார சாரஸ்வர ராகலயன லய நடன பாதா. நாம பஜன குண கீர்த்தன விவித நாயக ஜய ஜகநாத. நாம பஜன குண கீர்த்தன விவித நாயக ஜய ஜகநாத. பிரபோ கணபதே பரிபூரண வாழ்வருள்வாயே. பிரபோ கணபதே கணபதே. பார்வதி பால அபார பராபர பரம பாகவத பவதாரணாம். பார்வதி பால அபார பராபர பரம பாகவத பவதாரணாம். பக்தஜன சுமுக பிரணவ விநாயக பாவன பரிமள சரணாம். பக்தஜன சுமுக பிரணவ விநாயக பாவன பரிமள சரணாம். பிரபோ கணபதே பரிபூரண வாழ்வருள்வாயே. பிரபோ கணபதே கணபதே கணபதே. சித்தி விநாயக மங்களமூர்த்தி கி ஜெய். നാരായണ. ഹരി ഓം. ഒപ്പിച്ചു അല്ലേ? നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിനായക ചതുർത്ഥി ആശംസകൾ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും കൂടെ ഉണ്ടാവട്ടെ. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം
വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത് നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം തുടരുന്നു. ദശമസ്കന്ധത്തിലെ 9-ാം അധ്യായം ഉലൂഖല ബന്ധനം എന്ന ഭഗവാന്റെ ലീലയാണ്. നമ്മൾ രാവിലെ തുടങ്ങി വെച്ചു. 8 ശ്ലോകങ്ങൾ കണ്ടു. ബാക്കിയുള്ളൊരു 15ഓളം ശ്ലോകങ്ങൾ ഉണ്ട്. വായിക്കാം.
എന്നിട്ട് നമുക്ക് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ നവമോऽധ്യായः. ശ്രീശുക ഉവാച. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ഥ സ്വയം ദധി. യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ധനെ കാലേ സ്മരന്തി താന്യഗായത. ക്ഷൗമം വാസഃ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകമ്പം ച സുബ്രൂഃ. രജ്വാകർഷശ്രമഭുജചലത്കങ്കണൗ കുണ്ഡലേ ച സ്വിന്നം വക്ത്രം കബരവികളന്മാലതി നിർമ്മമന്ധ. താം സ്തന്യകാമ ആസാദ്യ മജ്നന്തീം ജനനീം ഹരിഃ ഗൃഹീത്വാ ദധിമന്ധാനം ന്യഷേദത്പ്രീതിമാവഹൻ. തമംഗമാരൂഢമപായയസ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതി മുഖം. അതൃപ്തം ഉത്സൃജ്യ ജവേന സായയൗ ഉത്സിച്യമാനേ പയസി ത്വധിശ്രിതേ. സഞ്ജാതകോപ സ്ഫുരിതാരുണാധരം സന്ദശ്യ ദദ്ഭിർദതിമന്ദഭാജനം. ഭിത്വാ മൃഷാശ്രുരു ദൃശദശ്മനാരഹോ ജഗാസ ഹയ്യംഗവമന്തരം ഗതഃ. ഉത്താര്യ ഗോപീ സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സന്ദൃശ്യ ച ദദ്യമത്രകം. ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തത് ജഹാസതം ചാവിനതത്ര പശ്യതി. ഉലൂകലാംഗ്രേരുപരി വ്യവസ്ഥിതം മർക്കായ കാമം ദദതം ശിജിസ്ഥിതം. ഹയ്യംഗവം ചൗര്യവിശങ്കിതേ ക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതമാഗമത്ശനൈഃ. താം ആപ്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വരഃ തതോവരുഹ്യാപസസാര ഭീതവത്. ഗോപ്യന്വദാവന്നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. അന്വഞ്ചമാനാ ജനനീ ബൃഹജ്ജലശ്രോണീ ഭരാക്രാന്തഗതി സുമധ്യമാ. ജവേന വിശ്രംസിത കേശബന്ധനച്യുത പ്രസൂനാനുഗതി പരാമൃശത്. കൃതാഗസം തം പ്രരുദന്തമക്ഷിണീ കഷന്തമഞ്ജന്മഷിണീ സ്വപാണിനാ ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാ വിഷയന്ത്യവാഗുരത്. ത്യക്ത്വാ യഷ്ടിം സുതം ഭീതം വിജ്ഞായാർഭഗവത്സല. യേഷ കില തം ബദ്ധും ദാംനാ അതദ്വീര്യകോവിദ. ന ചാന്തരം ന ബഹിർയസ്യ ന പൂർവം നാപി ചാപരം. പൂർവാപരം ബഹിശ്ചാന്തഃ ജഗതോ യോ ജഗക്ഷയഃ. തം മത്വാത്മജമവ്യക്തം മർത്യലിംഗമധോക്ഷജം. ഗോപിക ഉലൂഖലേ ദാംനാ ബബന്ധ പ്രാകൃതം യഥാ. തദാമബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാഗസഃ. ദ്യങ്കുലോനമഭൂതേന സന്തതേ അന്യക്ഷ ഗോപിക. യദാസീത്തദപിന്യൂനം തേനാം അന്യദപി സന്തതേ. തദപി ദ്വ്യങ്കുലം ന്യൂനം യദ്യദാദത്തബന്ധനം. ഏവം സ്വഗേഹനാമാനി യശോദാ സന്തദത്യപി. ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. സ്വമാതുസ്വിന്നഗാത്രായ വിസ്രസ്തകപരസ്രജഃ. ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണഃ കൃപയാസീത് സ്വബന്ധനെ. ഏവം സന്ദർശിതാ ഹ്യംഗ ഹരിണാഭൃത്യവശ്യത. സ്വവശേനാപി കൃഷ്ണേന യസ്യേദം സേശ്വരം വശേ. നേമം വിരിഞ്ചോ ന ഭവോ ന ശ്രീരപ്യംഗസംശ്രയ. പ്രസാദം ലേബിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാത്.
നായം സുഖാവോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തിമതാം ഇഹ കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രായാം മാതരി പ്രഭുഃ അദ്രാക്ഷീദർജുനൗ പൂർവം ഗുഹ്യകൗ ധനദാത്മജൗ പുരാ നാരദശാപേന വൃക്ഷതാം പ്രാപിതൗ മദാദ് നളകൂപരമണിഗ്രീവൗ ഇതി ഖ്യാതൗ ശ്രിയാന്വിതൗ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീപ്രസാദോ നാമ നവമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ രാമ. നാരായണ നാരായണ. അപ്പോൾ ഭഗവാന്റെ ബാലലീലകൾ തുടരുന്നു. അതിൽ 9-ാം അധ്യായത്തിൽ ഉലൂഖല ബന്ധനം എന്നുള്ള ലീലയാണ്. ഭഗവാൻ ഗോകുലത്തിൽ മറ്റു ഗോപികമാരുടെ ഗൃഹത്തിലൊക്കെ ചെന്ന് ധാരാളം വികൃതി കാണിച്ചത് ആ ഗോപികമാരെല്ലാം വന്ന് യശോദയോട് പറഞ്ഞിരുന്നു. അതെല്ലാം ഒരു കുട്ടിയുടെ ചപലതയായി, ഒരു തമാശയായിട്ടൊക്കെ എടുത്തിട്ടുള്ളൂ യശോദാദേവി. അതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തിരുന്നു. ആ ഉണ്ണിയുടെ എന്താ പറയുക, സാമർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ മകനാള് ബഹുകേമനാവും, നല്ല മിടുക്കനാവും, നല്ല സാമർത്ഥ്യക്കാരനാണ് എന്നൊക്കെ ചിന്തിച്ച് സന്തോഷിച്ച് എന്താ പറയുക, ആ ഗോപികമാർ വന്ന് അവലാതി പറയുമ്പോഴും ഉപാലബ്ധും ന ഐച്ഛത് എന്ന് പറഞ്ഞു. ഭഗവാനെ ശകാരിക്കാൻ ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആ മണ്ണ് തിന്നു എന്നുള്ളതായിട്ടുള്ള കഥയിൽ അല്പം ശകാരിക്കാനായിട്ട് പുറപ്പെട്ടു. പക്ഷേ ഭഗവാൻ ആകെ സീൻ മാറ്റിക്കളഞ്ഞു, അല്ലേ? ആകെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. തൻ്റെ വായിൽ വിശ്വം മുഴുവൻ ദർശിപ്പിച്ചുകൊണ്ട് അമ്മ ശകാരിക്കാൻ വന്നിടത്തുനിന്ന് അത്ഭുത പരതന്ത്രയായി മാറി ഭഗവാന്റെ തത്വം ചിന്തിക്കുന്നവളായി. അങ്ങനെ ഭഗവാന്റെ തത്വത്തെക്കുറിച്ച് ചെറിയൊരു ബോധമൊക്കെ ഉണ്ടായി. എന്നാൽ പിന്നെയും ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ആ മാതൃവാത്സല്യത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. പുത്രവാത്സല്യം പ്രകടിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോഴും ശിക്ഷിച്ചില്ല, അല്ലേ? ഉപാലബ്ധും ഐച്ഛത്, പക്ഷെ സാധിച്ചില്ല, മാറിപ്പോയി. ഇതാ വീണ്ടും ഭഗവാൻ നല്ലൊരു വികൃതി കാണിച്ചുകൊണ്ട് വലിയ പാത്രത്തിലെ മൺകലത്തിലെ തൈര് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് അതിനെ അടിച്ചുടച്ച് വെണ്ണയുമെല്ലാം അപഹരിച്ച് കൊണ്ടുപോയി കുരങ്ങന്മാർക്കും മറ്റുമൊക്കെ വിതരണം ചെയ്യുന്ന വലിയ വികൃതി ചെയ്യുന്നത് കണ്ടു. അപ്പോൾ പിന്നെ അതിനെ ശിക്ഷിക്കാനായിക്കൊണ്ട് പുറപ്പെടുകയാണ് അമ്മ ചെയ്യുന്നത്. തൻ്റെ പുത്രൻ എന്നുള്ളതായിട്ടുള്ള ആ മമതയോടെ, വാത്സല്യത്തോടെയും മമതയോടെയും എന്നാൽ അല്പം ശുണ്ഠിയോടെയും മകൻ ചെയ്തത് അപരാധമാണ് എന്നുള്ളതായിട്ടുള്ള ഭഗവാനിൽ ദോഷം കാണുന്നതായിട്ടുള്ള ഒരു ദൃഷ്ടിയോടെയും ഒക്കെയുള്ളൊരു പ്രകടനമാണ് ഇവിടെ നമ്മളിപ്പോൾ വായിച്ച ഭാഗം. എന്നിട്ടും ഭഗവാൻ കാരുണ്യം കൊണ്ട് ആ അമ്മയ്ക്ക് തന്നെ ബന്ധിക്കാനായിട്ട് അനുവാദം കൊടുത്തു. തന്നിൽ ദോഷം കണ്ടിട്ടും തന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടും കുറച്ചൊന്ന് പരീക്ഷിച്ച ശേഷം അമ്മ വളരെ ദീനയായി എന്ന് കണ്ടപ്പോൾ അമ്മയോട് കരുണ കാണിക്കുന്ന ആ ഭഗവാന്റെ ഭക്തവാത്സല്യം, അതാണ് ഈ കഥയിലെ ത്രെഡ്, മെയിനായിട്ടുള്ള ആശയം. എന്തായാലും
അതിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്ന എന്താണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ കൃഷ്ണൻ ആരാണ്? കഴിഞ്ഞ അധ്യായത്തിൽ അമ്മ ആ മണ്ണ് തിന്നപ്പോ അദാന്താത്മൻ എന്നൊക്കെ വിളിച്ചിരുന്നു, അടക്കമില്ലാത്തവനെ എന്നൊക്കെ. അതൊക്കെ സത്യമാണ്. അമ്മ പറഞ്ഞത് സത്യമാണ്. അടക്കമില്ലാത്തവൻ തന്നെയാണ്. ആർക്കും അടക്കാൻ കഴിയാത്തവനാണ്. ഇവന്റെ വലുപ്പം ആർക്കും ഊഹിക്കാൻ പോലും സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭൂമിയിലുള്ള മൺതരികളെ മുഴുവൻ എണ്ണിത്തീർക്കാം. എന്നാൽ ആ ഭഗവാന്റെ വിഷ്ണുവിന്റെ മഹിമ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവില്ല എന്ന് വിഷ്ണു സൂക്തത്തിൽ പറയും പോലെ. അല്ലെങ്കിൽ ഏതാവാനസ്യ മഹിമ അതോ ജ്യായാഗംസ്യ പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി എന്നൊക്കെ പുരുഷ സൂക്തത്തിൽ പറയും പോലെ. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന് തൈത്തിരീയോപനിഷത്തിൽ പറയും പോലെ. അപ്പൊ ഇങ്ങനെ വേദങ്ങളും ഉപനിഷത്തുക്കളും സൂക്തങ്ങളുമൊക്കെ ഏതൊരു പൊരുളിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നുവോ ആ പൊരുൾ തന്നെയാണ് ഇവിടെ കൃഷ്ണാകാരത്തിൽ വന്നിരിക്കുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് നമുക്കും കാണിച്ചു തരികയാണ്. ഈ കഥ കേൾക്കുന്നവർക്കൊക്കെ കാണിച്ചു തരികയാണ്. അപ്പൊ നമ്മള് ആദ്യത്തെ 8 ശ്ലോകങ്ങൾ കണ്ടു ഈ കഥയിൽ അല്ലെ. ആ ഒരിക്കൽ ആ ഇന്ദ്രയാഗം നടക്കുന്നതായിട്ടുള്ള സമയത്താണ് മറ്റ് ദാസിമാരെല്ലാവരും ആ പണികളിൽ നിയുക്തരായിരുന്നപ്പോൾ ഗൃഹത്തിൽ ആരുമില്ലാതിരുന്നു. യശോദ സ്വയം തൈര് വലിയ പാത്രത്തിൽ കടയാനായിക്കൊണ്ട് ആരംഭിച്ചു. അടുപ്പത്ത് പാലും ധാരാളം കാച്ചാൻ വെച്ചിട്ട് ആ കടയുന്നതായിട്ടുള്ള സമയത്ത് തൻ്റെ മകനെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് സ്വയം നിർമ്മിച്ചതും മറ്റു ഗോപികരും മറ്റു കവികളും എല്ലാവരും പാടിയതുമായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് ആസ്വദിച്ചു പാടുമ്പോൾ ആ മകനോടുള്ളതായിട്ടുള്ള സ്നേഹവാത്സല്യം അമ്മയുടെ ഹൃദയത്തെ ആർദ്രമാക്കി സ്തനങ്ങൾ ചുരക്കുന്നതായിരുന്നു. അങ്ങനെ ആ ദേവി തൈര് കടയുന്ന രംഗം വളരെ മനോഹരമായിട്ട് നമ്മൾ കണ്ടു രാവിലെ. ആ സമയത്താണ് ഭഗവാൻ ഈ അമ്മയുടെ തൈര് കടയുന്ന ശബ്ദവും പാട്ടുമെല്ലാം കേട്ട് ഉണർന്നു. അമ്മയെ വിളിച്ചിട്ടും അമ്മ വിളി കേട്ടില്ല, അല്ലെങ്കിൽ വന്നില്ല. അപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ട് വന്ന് അമ്മയുടെ കടകോലൊക്കെ പിടിച്ച് മാറ്റി ബലാത്കാരേണ അമ്മയുടെ മടിയിലേക്ക് കയറിയിരുന്ന് അമ്മയുടെ സ്തന്യം പാനം ചെയ്യാനായിട്ട് തുടങ്ങി. പതുക്കെ പാല് കുടിച്ചു തുടങ്ങിയപ്പോൾ ഒന്ന് രസം പിടിച്ചിങ്ങനെ വരികയാണ്. അപ്പൊ ഇത്തിരി മുഖത്ത് മന്ദഹാസമൊക്കെ വരാൻ തുടങ്ങി, ദേഷ്യമൊക്കെ മാറി. അങ്ങനെ എന്താ പറയുക, അർദ്ധപീതം സാമിപീതം എന്നാണ് നമ്മുടെ മേൽപ്പത്തൂരുടെ ഭാഷ അല്ലേ. സാമിപീതസ്തനം. സ്വാമി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അർദ്ധം എന്നാണ് അർത്ഥം അല്ലെ. പലരും സ്വാമി എന്ന് പറയുന്നതിന് പകരം സാമി 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 എന്ന് വിളിക്കും. അപ്പൊ എന്താ അർത്ഥം? പകുതി 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 എന്നാണ് അർത്ഥം. അപ്പൊ സ്വാമിമാരെ സ്വാമി എന്ന് വിളിക്കരുത്, സ്വാമി എന്ന് തന്നെ വിളിക്കണം. ലോകത്തെ മുഴുവൻ എന്താ പറയുക സ്വന്തമാക്കിയവൻ, എല്ലാം തൻ്റെ അധീനതയിലാക്കിയവൻ ആണ് സ്വാമി, അല്ലാതെ പകുതിയല്ല സ്വാമി. അപ്പൊ എന്തായാലും അങ്ങനെ പകുതി കുടിച്ച് രസിച്ചിരിക്കുന്ന ആ സമയത്താണ് അടുപ്പത്ത് പാല് പൊങ്ങിയത്. അതിന്റെ ശബ്ദം കേട്ട് യശോദ ആ പാലെടുത്ത് വെക്കാനായിട്ട് എന്താ പറയുക ധൃതിപ്പെട്ടു. അപ്പോ ഭഗവാൻ വിടാൻ തയ്യാറായില്ല. അമ്മയെ മുറുക്കെ പിടിച്ചിരുന്നു നോക്കി. പക്ഷെ അമ്മ തന്റെ സർവശക്തിയും എടുത്ത് മകനെ മടിയിൽ നിന്ന് തള്ളി താഴെ ഇടും പോലെ ആ ജവാദ് എന്ന് പറഞ്ഞിട്ട് വേഗേന താഴേക്കിട്ടിട്ട് അമ്മ ഓടിച്ചെന്നു പാല് എടുത്ത് മാറ്റാനായിക്കൊണ്ട്. കുറേ പാൽ അപ്പോഴേക്കും പോയി കഴിഞ്ഞു. അമ്മയും മകനും തമ്മിലുള്ള പിടിയും വലിയ യുദ്ധവും കഴിയുമ്പോഴേക്കും എന്തായാലും വളരെ ദേഷ്യപ്പെട്ടു. സഞ്ജാത കോപഹ സ്ഫുരിതാരുണാദരം സന്ദശ്യദ്ഭി. തന്റെ ചുണ്ടുകളെ പല്ലുകൊണ്ട് കടിച്ചുകൊണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ദതിമന്ദഭാജനം ഭിത്വ, ആ എന്താ തൈരിന്റെ പാത്രം, വലിയ തൈര് കടയുന്നതായിട്ടുള്ള വലിയ പാത്രത്തെ ഭേദിച്ചു. ദൃഷദശ്മന, നല്ല ഏതോ കല്ലുകൊണ്ടുള്ളതായിട്ടുള്ള എന്തോ ഒരു സാധനം കൊണ്ട് അടിച്ചു പൊട്ടിച്ച് മൃഷാശ്രുഹു,
മൃഷാശ്രു എന്നും കൂടി ഉണ്ട്, രാവിലെ പറഞ്ഞില്ല ആ വാക്ക്. മൃഷാശ്രു എന്ന് പറഞ്ഞാലോ എന്താ പറയുക, കള്ളക്കണ്ണുനീരോട് കൂടിയിട്ട് തനിക്ക് ദേഷ്യം വന്നു എന്ന് കാണിക്കാനും തനിക്ക് സങ്കടം ഉണ്ടെന്നൊക്കെ കാണിക്കാനും വേണ്ടിയുള്ള ഭഗവാന്റെ നാടകമാണ് ഇവിടെ മൃഷാശ്രു. ഭഗവാനുണ്ടോ കരയുന്നു അല്ലേ? ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ അമ്മയോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അത് സങ്കടം, തനിക്ക് പാല് കുടിച്ചു മതിയായില്ല, തൃപ്തിയായില്ല, അതിനു മുമ്പ് അമ്മ തന്നെ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞിട്ട് പോയി എന്നുള്ളതായിട്ടുള്ള സങ്കടത്തെ പ്രകടിപ്പിക്കുന്ന കണ്ണുനീരോടുകൂടി മൃഷാശ്രുവായിട്ട് ദൃഷദശ്മന രഹോ, ആ രഹസ്യത്തിൽ ചെന്ന്, ഏകാന്തതയിൽ ചെന്ന്, അന്തരം ഗതഃ, എവിടെയോ ഉള്ളിലേക്ക് ചെന്നിരുന്നിട്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് ഹയ്യങ്കവം ജഗാസ, ആ തലേ ദിവസത്തെ വെണ്ണയെല്ലാം എടുത്തുകൊണ്ടുപോയിട്ട് അതിനെ ഭക്ഷിക്കാനായിക്കൊണ്ട് ആരംഭിച്ചു. ആ സമയത്ത് യശോദ പാത്രം വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഇവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴോ ദദ്യമത്രകം ഭഗ്നം, ആ ദധിപാത്രം, തൈര് വെച്ചിരുന്ന കലോക്ക ഭഗ്നമായിട്ട് വിലോക്യ കണ്ടിട്ട്, അതുപോലെ സ്വസുതസ്യ കർമ്മ, തന്റെ മകന്റെ അതിഗംഭീരമായിട്ടുള്ള വികൃതിയും കണ്ടിട്ട് കൊള്ളാമെന്ന് ആദ്യം ചിരിയാണ് ദേവിക്ക് വന്നത്. പിന്നെ ഭഗവാനെ ഒന്ന് നല്ലോണം എവിടെയാണ് അവൻ കള്ളൻ ഒളിഞ്ഞിരിക്കണത് എന്നൊക്കെ നോക്കി. പക്ഷെ എന്നെ തത്ര പശ്യതി, അവിടെ കാണില്ല, ആളെ കാണാനില്ല. അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോഴുണ്ട് ആളതാ ഉരൽപുരയില് ഉരലിനെ മറിച്ചിട്ട് അതിന്റെ മുകളിലിരിക്കണു. ഉലൂകലാംഗ്രേരുപരിവ്യവസ്ഥിതം മർക്കായ കാമം ദദതം ശിചിസ്ഥിതം. ആ ശിചി എന്ന് പറഞ്ഞാൽ ശിക്കിൽ, ഭാണ്ഡത്തിൽ, പാത്രത്തിൽ ഉള്ളതായിട്ടുള്ള, ഉറിയിൽ വെച്ചിരുന്ന പാത്രത്തെ എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലുള്ളതായിട്ടുള്ള ആ ഹയ്യങ്കവത്തെ, നവനീതത്തെ, മർക്കായ കാമം ദത്തതം, കുരങ്ങന്മാർക്കും മറ്റൊക്കെ ഇഷ്ടം പോലെ വാരി വിതറി കൊടുത്തോണ്ടിരിക്കുന്നതായിട്ടുള്ള അമ്മയോടുള്ള ദേഷ്യം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? തനിക്ക് വേണ്ടെങ്കിലും. അപ്പൊ അമ്മയ്ക്ക് ഈ വെണ്ണയും പാലും തൈരും ഒക്കെയാണ് വിലപ്പിടിച്ചത് അല്ലേ? തന്നേക്കാൾ വലുതായിട്ട് അമ്മയ്ക്ക് ഇതൊക്കെയാണ് തോന്നുന്നത്, തന്നോട് ഇഷ്ടമില്ല. അപ്പൊ അത് പ്രകടിപ്പിക്കുകയാണ് അമ്മയുടെ തൈരും പാലും ഒക്കെ നശിപ്പിച്ചുകൊണ്ട്, അതിൽ വെണ്ണയൊക്കെ എടുത്ത് കുരങ്ങന്മാർക്കൊക്കെ വിതരണം ചെയ്തുകൊണ്ട്. അപ്പൊ ഒരു പ്രതിഷേധ പ്രകടനമാണ്. അതാണ് എല്ലാം. അല്ലെങ്കിലും തന്നെ കുരങ്ങന്മാർക്കും പൂച്ചകൾക്കും ഒക്കെ വാരിക്കോരി കൊടുക്കും ഭഗവാൻ. എല്ലാവരെയും കരുതുന്നവനാണ്. അത് മറ്റു ഗോപികമാരുടെ വീട്ടിൽ നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോ അമ്മയോട് തന്നെ അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ച് ചെയ്യാണ്. അങ്ങനെ ചൗര്യവിശങ്കിതേക്ഷണം, സുഖം, ആ താൻ കള്ളത്തരം ചെയ്തു എന്നുള്ളതായിട്ടുള്ള കുറ്റബോധം കൊണ്ടുള്ള ശങ്കയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കേണ്ട അമ്മ ഏത് വഴിക്കാ വരണത് എന്നുള്ള ശങ്കയോടുകൂടിയ ഈക്ഷണത്തോടുകൂടിയ പുത്രനെ നിരീക്ഷ്യ, ആ കണ്ടിട്ട്, ഉരൽപുരയിൽ കണ്ടിട്ട് ആ സുതന്റെ അടുത്തേക്ക് പശ്ചാത് ആഗമത് ശനൈഹി, ശനൈഹി പതുക്കെ പതുക്കെ പിന്നിലൂടെ ചെന്നു. പശ്ചാത് എന്ന് പറഞ്ഞാൽ പിന്നാലെ കൂടെ ആഗമത് ഗമിച്ചു. അങ്ങനെ മകനെ പിടിക്കാനായിട്ട് അടുത്തെത്തിയപ്പോഴേക്കും ഭഗവാൻ കണ്ടു, അമ്മയെ കണ്ടു. എങ്ങനെയാ വരുന്നത്? വടിയും കയ്യിൽ പിടിച്ചിട്ടാണ്, ആത്തയഷ്ടിയായിട്ടാണ്. അപ്പൊ ഭഗവാൻ അവിടുന്ന് ചാടി ഇറങ്ങി ഉരലിന്റെ മുകളിന്ന് ഓട്ടം പിടിച്ചു എന്നാ. അതാണ് ഇനി വായിക്കാനുള്ള, അല്ലെങ്കിൽ 9-ാം ശ്ലോകം മുതൽക്ക് നമ്മൾ കാണുന്നത്. ഭഗവാനും അമ്മയും തമ്മിലുള്ള കളി. രാവിലെ എഴുന്നേറ്റ് ചില ഓട്ടപ്പന്തയൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് താമാത്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വരഃ തതോവരുഹ്യാപസസാരഭീതവത് ഗോപ്യന്വദാവന്നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. താമാത്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വരഃ തതോവരുഹ്യാപസസാരഭീതവത് ഗോപ്യന്വദാവന്നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. അപ്പോ ആ ദേവി താം ആത്തയഷ്ടിം പ്രസമീക്ഷ്യ, ആത്തയഷ്ടി, യഷ്ടി എന്നാൽ വടി, ദണ്ഡ് ഒക്കെ അർത്ഥമാണ്. അപ്പോ കണ്ണനെ ശിക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ കയ്യിൽ വടി പിടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്പൊ വടി എടുക്കുന്നത് കണ്ണനെ ശിക്ഷിക്കാനായിട്ട്. ഇവന്റെ വികൃതി ഇത്തിരി കൂടുന്നുണ്ട്, ഇവനെ ഇത്തിരി ശിക്ഷിക്കണം എന്നുള്ള മട്ടില് അമ്മയുടെ അധികാരം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ആ ദണ്ഡത്തിനായിക്കൊണ്ടുള്ള യഷ്ടിയെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആത്തയഷ്ടിം, കയ്യിൽ ധരിച്ച
യഷ്ടിയോടുകൂടി താം പ്രസമീക്ഷ്യ അവളെ കണ്ടിട്ട്, യശോദാദേവിയെ കണ്ടിട്ട്, സത്വരഹ ത്വരയോടുകൂടി അവനെ പേടിച്ച് വരച്ചവനെ പോലെ ചാടി എഴുന്നേൽക്കണം. അങ്ങനെ സത്വരഹ തതഹ അവരുഹ്യ ഭീതവത് അവസസാര. തതഹ അവരുഹ്യ, ആ ഉരലിൽ നിന്ന് ചാടി ഇറങ്ങി എങ്ങനെയൊക്കെയോ പകുതി വീണതുപോലെ എങ്ങനെയൊക്കെയോ കാണിച്ചുകൊണ്ട് ആള് ചാടി ഇറങ്ങി അവിടുന്ന് അപസസാര ഭീതവത്, ഭയപ്പെട്ടവനെ പോലെ, അമ്മയെ വല്ലാതെ പേടി ഉള്ളവനെ പോലെ. അമ്മയുടെ കയ്യിൽ വടി ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെ അടി കൊണ്ടിട്ടില്ല അല്ലേ. അടിക്കില്ല എന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ സംശയമുണ്ട്, ഇനിയിപ്പോ ഇപ്രാവശ്യം അടി കൊള്ളുവോ എന്നുള്ള ശങ്ക. ജീവിതത്തിൽ ഇതുവരെ അടി കൊണ്ടിട്ടില്ല കണ്ണൻ അല്ലേ. അങ്ങനെ ഇതുവരെ അടി കൊള്ളാത്തവർക്കാണ് വടി കാണുമ്പോൾ പേടിയുണ്ടാവുക. എന്നും അടി കൊള്ളുന്നവർക്ക് വടി പേടിയുണ്ടോ? അടിച്ചിട്ട് പോകാൻ പറയും അവർ. ഇന്നത്തെ എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ഇന്നത്തെ പങ്കും കൂടി തന്നിട്ട് പൊക്കോളൂ എന്ന് പറയും. അത് പതിവായി മാറിക്കഴിഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ അടിക്കേ ഭയമുള്ളൂ. ഇവിടെ ഭഗവാന് പേടി അഭിനയിച്ചുകൊണ്ട് ഭീതവത് അപസസാര, അവിടുന്ന് അപസരിച്ചു എന്ന് പറഞ്ഞാലോ ഓടി എന്നർത്ഥം, പേടി കൊണ്ട് ഓടി. അങ്ങനെയുള്ള ഭഗവാന്റെ പുറകില് ഗോപി അന്വതാവത്, ഗോപി അനുധാവനം ചെയ്തു, പിന്നാലെ ഓടുകയാണ്. എങ്ങനെയുള്ള ഭഗവാന്റെ പുറകെ എന്ന് പറയുന്നത്, ന യം ആപ യോഗിനാം ശമം പ്രവേഷ്ടും തപസേരിതം മനഃ. അപ്പൊ യം യോഗിനാം മനഃ ന ആപ, യം ഏതൊരുവനെ, യോഗിനാം മനഃ യോഗികളുടെ മനസ്സ് പോലും ന ആപ പ്രാപിച്ചില്ലയോ. എങ്ങനെയുള്ള മനഃ, തപസായിരിതം മനഃ പ്രവേഷ്ടും ക്ഷമം, പ്രവേശിക്കുവാൻ ക്ഷമമായിട്ടുള്ള യോഗികളുടെ മനസ്സ് ഏതൊരുവനെ നാപ. അപ്പൊ പ്രവേശിക്കാനായിട്ട് യോഗ്യമായിട്ടുള്ള മനസ്സുകളാണ് ആരുടെ മനസ്സ്, യോഗികളുടെ മനസ്സ്. കാരണം അവർ കഠിനങ്ങളായ തപസ്സുകൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് അവരുടെ മനസ്സിനെ യോഗ്യമാക്കുന്നത്. എത്രയോ വ്രതങ്ങൾ, കൃത്സ്രം, ചാന്ദ്രായണം മുതലായിട്ടുള്ള പലതരത്തിലുള്ള കഠിന വ്രതങ്ങളുണ്ട്. ആ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് അന്ധക്കരണം ശുദ്ധി വരുത്തിയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള പ്രവേഷ്ടും ക്ഷമം മനഃ, പ്രവേശിക്കാൻ യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിരിക്കുന്ന യോഗികളുടെ മനസ്സ് ഏതൊരുവനെ പ്രാപിക്കുന്നില്ലയോ. യം ന ആപ. അപ്പൊ യോഗികൾക്ക് പോലും അപ്രാപ്യനായിട്ടുള്ള ആ ഭഗവാനെ ഗോപി അന്വതാവത്, ഗോപി പുറകെ ഓടുകയാണ്. ഒരു പ്രാകൃതയായിട്ടുള്ള സ്ത്രീ പിന്നാലെ ഓടുകയാണ്. കിട്ടുവോ? ഒരിക്കലും കിട്ടില്ല. അവർ വിചാരിച്ചാൽ അവരുടെ പൗരുഷം കൊണ്ടൊരിക്കലും കിട്ടില്ല, അവർക്ക് അധികാരം കൊണ്ട് കിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കിട്ടും? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടും. നമ്മളൊക്കെ ഈ ഗോപിയുടെ അവസ്ഥ തന്നെയാണ്. നമുക്കും അത് തിരിച്ചറിയണം. നമ്മളൊക്കെ ഈ യശോദയെ പോലെ യോഗ്യതയുള്ളവരൊന്നും അല്ല. അതിന്റെ അഹങ്കാരവും അഭിമാനവും വേണ്ട. ഞാൻ എത്ര കാലം ഗുരുവായൂർ ദർശനം ചെയ്തതാണ്, തിങ്കൾ തൊഴുതതാണ്, അല്ലെങ്കിൽ ഏകാദശി വ്രതമനുഷ്ഠിച്ചതാണ്, ഞാൻ എത്ര സഹസ്രനാമം ചൊല്ലിയതാണ്, ഞാൻ എത്ര പ്രാവശ്യം നാരായണീയം ആവർത്തിച്ചിട്ടുണ്ട്, ഞാൻ എത്ര ഭാഗവതം വായിച്ചിട്ടുണ്ട്, ഞാൻ എത്ര ഭാഗവത പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ എനിക്ക് ബൈഹാർട്ടാണ്, ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ വേണമെങ്കിൽ ചൊല്ലും. ഇതൊന്നും ഭഗവാനെ പിടിക്കാൻ പോരാ. ഭഗവാനെ പിടിക്കണമെങ്കിൽ ഭഗവാൻ പിടിതരണം, ഭഗവാൻ അനുവദിക്കണം. അനുവദിക്കുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഭാഗത്ത് അഹങ്കാരം പോയി ദൈന്യം വരുമ്പോൾ. എന്റെ പൗരുഷം കൊണ്ട് ഭഗവാനെ പിടിക്കാനാവില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ സറണ്ടർ ആവണം, ശരണാഗതി പ്രാപിക്കണം. അപ്പൊ യമൈ വൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ആരെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ അവൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട്, നമ്മളോട് കരുണ കാണിച്ചുകൊണ്ട് തന്റെ സ്വരൂപത്തെ അനാവരണം ചെയ്തു തരും. അപ്പൊ അതിന് നമ്മൾ എന്താണ് യോഗ്യത എന്ന് പറഞ്ഞാല്, വിനയമാണ് യോഗ്യത, ദൈന്യമാണ് യോഗ്യത, അഹങ്കാരരാഹിത്യമാണ് യോഗ്യത, ശരണാഗതിയാണ് അതിനുള്ള വഴി. ആ ശരണാഗതിയുടെ ആറ്റിറ്റ്യൂഡായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. അല്ലാതെ ഞാൻ വലിയ പണ്ഡിതനാണ് എന്നൊക്കെ മാനിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല.
അതൊക്കെ ആളുകളെ പറ്റിക്കാനൊക്കെ കൊള്ളാം. ജനങ്ങളുടെ മുമ്പിൽ ആളാവാനും അവാർഡുകൾ വാങ്ങിക്കാനും മറ്റ് സമ്മാനങ്ങളും അല്ലെ ധനമുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം. അതൊന്നും ഭഗവാന്റെ മുമ്പിൽ ഒരു വിലയും ഇല്ലാത്തതാണ്. ഭഗവാന്റെ മുമ്പിൽ ഭക്തപരാധീനനാണ് ഭഗവാൻ. ആ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആ ഭക്തി എന്നുള്ളത് അത് വിനയത്തോടു കൂടിയതാവണം. അപ്പോ ആ ഗോപി അന്നദാവത് പിന്നാലെ ഓടുകയാണ്. നമ്മുടെ എന്ന തപം ചെയ്തണൈ എന്നുള്ള പാട്ടിൽ വരികളുണ്ട്. സനകാദിക തപയോഗം ചെയ്ത് വരുന്തി സാധിത്തதை புனிதமாதே எளிதில் பெற என்ன தபம் செய்தனை யசோதா என்ன தபം ചെയ്തனை. സനകാദികൾ തപയോഗം ചെയ്ത് വരുന്തി സാധിത്തതൈ വളരെ കഷ്ടപ്പെട്ട് സാധിച്ചതാണ് ഭഗവാന്റെ ദർശനം. സനകാദികൾ വളരെ കഠിന തപസ്സുകൾ അനുഷ്ഠിച്ച് എന്നാണ്. തപയോഗം ചെയ്ത് വരുന്തി സാധിത്തതൈ ഹേ പുനിതമാതേ പവിത്രയായ അമ്മേ എളിതിൽ പെറ വളരെ ഈസിയായിട്ട് സാധിക്കാനായിട്ട് എത്ര ലാഘവത്തോടെ അമ്മ സാധിച്ചിരിക്കുന്നു. എളിതിൽ പെറ എന്ന തപം ചെയ്തനൈ നീ എന്ത് തപസ്സാണ് ചെയ്തത്. അപ്പൊ സനകാദികൾ കഠിന തപസ്സുകൊണ്ട് സാധിച്ചതിനെ ദേവി വളരെ എളുപ്പത്തിൽ സാധിച്ചിരിക്കുന്നു. അത് ദേവിയുടെ ആ ഭക്തി തന്നെയാണ്. ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചില്ലേ എനിക്ക് ഭക്തി തരൂ എന്ന് ആ ധരയും ദ്രോണരും. അപ്പൊ അവർക്ക് ഭക്തി കൊണ്ട് ആ ഭക്തിയാണ് അവർക്ക് പ്രാപിക്കാനുള്ള യോഗ്യത എന്ന് പറയണം ഇവിടെ. താമാത്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വരഃ തതോ വരുഹ്യാവസസാര ഭീതവത് ഗോപ്യന്വദാവന്നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. അന്വഞ്ചമാനാ ജനനീ ബൃഹത്സലശ്രോണീഭിരാക്രാന്തഗതിസ്സു മധ്യമാ ജവേന വിശ്രംസിത കേശബന്ധനച്യുത പ്രസൂനാനുഗതി പരാമൃശത്. അന്വഞ്ചമാനാ ജനനീ ബൃഹത്സലശ്രോണീഭിരാക്രാന്തഗതി സുമധ്യമാ ജവേന വിശ്രംസിത കേശബന്ധന ച്യുത പ്രസൂനാനുഗതി പരാമൃശത്. അന്വഞ്ചമാന ജനനി ആ ജനനി അമ്മ പുറകെ ഓടുന്നുണ്ട്. അഞ്ചമാന അനു പുറകിൽ, അഞ്ചമാന ആഞ്ഞു ഓടുന്നവളായിട്ട് പുറകെ കുതിക്കുന്നുണ്ട് ദേവി എന്നർത്ഥം. എന്നാൽ ദേവിക്ക് അങ്ങനെ പെട്ടെന്നൊക്കെ ഓടാൻ പറ്റുമോ? ദേവിയുടെ ശരീരം ബൃഹത്തും ചലത്തുമായിരിക്കുന്ന ശ്രോണീഭിഹി. ശ്രോണി എന്ന് പറഞ്ഞാൽ രണ്ട് അരക്കെട്ടുകൾ, പിൻഭാഗങ്ങൾ, പൃഷ്ഠഭാഗങ്ങൾ, അത് ബൃഹത്താണ്. അതിങ്ങനെ ഇളകി ഇളകി കുലുങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല തടിച്ച ശരീരമാകുമ്പോൾ ആ ഓടുന്നതിനനുസരിച്ച് അത് കുലുങ്ങുന്നുണ്ട്, അത് ഇളകി ആടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാരം ചുമന്നുകൊണ്ട് ഓടുകയാണ് അല്ലേ. എത്ര കിലോ ഭാരം ഉണ്ടാവുമോ അത്രയും ഭാരം ചുമന്നുകൊണ്ട് ഓടണം. തടിയുള്ളവർക്കൊക്കെ ആ ഭാരം, ശരീരത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് വേണം ഓടാനായിട്ട്. മെലിഞ്ഞവർക്ക് വേഗം ഓടാം അല്ലേ. അപ്പൊ ഇവിടെ ബൃഹത്തായ ചലിക്കുന്ന ശ്രോണീഭിഹി ആക്രാന്തഗതി, ഗതി ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാലോ വേഗം കുറയുന്നർത്ഥം. ഈ ഭാരം വേഗത്തെ പിന്നിലേക്ക് വലിക്കും. അങ്ങനെ ആക്രാന്തഗതി, ഗതിക്ക് ഭംഗം നേരിട്ടവളായിട്ട്, സഞ്ചാര വേഗം കുറഞ്ഞവളായിട്ട് ആക്രാന്തഗതി. സുമധ്യമാ ജവേന വിശ്രംസിത കേശബന്ധന ച്യുത പ്രസൂനാനുഗതി. അസുമധ്യമ, വലിയ അരക്കെട്ടൊക്കെ വലുതാണെങ്കിലും വയറ് ചെറുതാണ്. സുമധ്യമയാണ്, നല്ല ചെറിയ ഒതുങ്ങിയ വയറാണ്. അങ്ങനെയുള്ള സുന്ദരിയായിട്ടുള്ള അവള് ജവേന വളരെ വേഗം കൊണ്ട്, ഓടുന്ന വേഗത്തിന്റെ ശരീരത്തിന്റെ കുലുക്കം കൊണ്ട് വിശ്രംസിത കേശബന്ധന ച്യുത പ്രസൂന അനുഗതി,
വിശ്രംസിത കേശബന്ധനം എന്ന് പറഞ്ഞാൽ തലമുടി കെട്ടിവെച്ചതൊക്കെ അഴിഞ്ഞു. കേശബന്ധനം വിശ്രംസിതം, അതിങ്ങനെ പിന്നിലേക്ക് എല്ലാം അഴിഞ്ഞ് തൂങ്ങുകയാണ് തലമുടിയൊക്കെ. വലിയ കേശഭാരം ഉണ്ടാവും എന്തായാലും. ആ കേശഭാരം ഇങ്ങനെ പിന്നാലെ തൂങ്ങിക്കിടക്കുന്നു. അതിൽ നിന്ന് എന്താണ് ച്യുതപ്രസൂനം, പ്രസൂനങ്ങൾ മുല്ലകള് ചൂടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ, മല്ലിക എന്ന് പറഞ്ഞില്ലേ, ആ മല്ലിക പൂക്കളൊക്കെ ഇങ്ങനെ വഴിയിൽ വീഴുന്നുണ്ട് ച്യുതമായിട്ട്. അനുഗതി അനുഗമിക്കപ്പെടുന്നവളായിട്ട്. അപ്പൊ മുല്ലപ്പൂക്കൾ വീഴുന്നതായിട്ട് അവളെ അനുഗമിക്കുന്നുണ്ട്. അപ്പൊ മുല്ലപ്പൂക്കളും പുറകെ ഓടുന്നുവോ, അല്ലെങ്കിൽ ഈ അമ്മയുടെ ഭാഗ്യമോർത്ത് അമ്മയുടെ നേരെ ദേവന്മാരോ എവിടുന്നോ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി വർഷിക്കും പോലെയോ കാണുന്നവർക്ക് തോന്നും. പുറകെ പുഷ്പവൃഷ്ടിയോട് കൂടിയിട്ടാണ് ദേവി ഓടുന്നത്. തലമുടിയിൽ നിന്നുള്ള മല്ലികയാണ് കൊഴിഞ്ഞു വീഴുന്നതെങ്കിലും അതൊരു കാണാൻ രസമുള്ള കാഴ്ചയായിരുന്നു. അത് ശ്രീശുഖ ബ്രഹ്മർഷി തന്റെ ഭാവനയിൽ കണ്ട് നല്ല പദങ്ങളെ കൊണ്ട് നമുക്കും പറഞ്ഞു തരുന്നത്. ഒന്ന് കാണൂ, നിങ്ങൾ കണ്ണടച്ചൊന്ന് മനസ്സിൽ കാണുക. യശോദ ഓടുമ്പോൾ പുറകിൽ വലിയ കേശഭാരം അഴിഞ്ഞിട്ടുണ്ട്, അതിൽ തൂങ്ങിക്കിടക്കുന്ന ധാരാളം മുല്ലപ്പൂക്കളുണ്ട്, അതെല്ലാം അങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴുന്നത് ആ യശോദയ്ക്കുള്ള പുഷ്പാർച്ചന പോലെ. ആ അമ്മയുടെ ഭാഗ്യത്തെ ഓർത്ത് ദേവന്മാർ പോലും എന്താ പറയുക, അവരെ പൂജിക്കുന്നുവോ എന്ന് തോന്നും പോലെയുള്ള ഒരു കാഴ്ചയായിരുന്നു എന്നർത്ഥം. അങ്ങനെ വിശ്രംസിത കേശബന്ധനച്യുത പ്രസൂന അനുഗതി, അങ്ങനെയായിട്ട് പരാമൃശത്. അവസാനം ഭഗവാൻ ഇത്തിരി അലസനായിട്ട് പിടികൊടുത്തു. പാവ അമ്മ കുറേ ദൂരമൊക്കെ ഓടി. അതൊക്കെ ഇവിടെ സുഖബ്രഹ്മർഷി ചുരുക്കി പറഞ്ഞതാണ്. അപ്പൊ കുറേ ദൂരം ഓടിച്ചിട്ട് അമ്മയെ കളിപ്പിച്ചു. അമ്മ വേർത്ത് കുളിച്ച് വയ്യാതെയായി. അപ്പോ ചുറ്റുപാടും ആളുകളൊക്കെ ഓടിക്കൂടാൻ തുടങ്ങി. ഗോപികമാരൊക്കെ ചിരിച്ചോണ്ട് കളി കാണാൻ വന്നു. അവരൊക്കെ പരിഹസിക്കാൻ തുടങ്ങി യശോദയെ. ഇപ്പൊ മനസ്സിലായില്ലേ അല്ലെ? മകന്റെ വികൃതി ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ നിന്നോട് തന്നെ കാണിക്കാൻ തുടങ്ങിയില്ലേ? ഞങ്ങളോട് എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞപ്പോ നിനക്ക് അത്ര വിശ്വാസമായില്ല, നീ അതിനെ കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പൊ അനുഭവിച്ചോ എന്നുള്ള മട്ടില് പരിഹാസങ്ങളൊക്കെ തുടങ്ങി അവര് മനഃപൂർവ്വം. അത് കണ്ടപ്പോ ഭഗവാന് പാവം തോന്നി അമ്മയോട്. പാവം, വേർത്ത് കുളിക്കണു, തടിച്ച ശരീരം, ഓടാൻ വയ്യ, ഇനിയും ഓടിയാൽ അമ്മ വല്ലതും വീഴും എവിടെയെങ്കിലും, അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ പിടികൊടുത്തു. അതുകൊണ്ട് പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പർശിക്കുക എന്നർത്ഥമാണ്. അപ്പൊ പിന്നാലെ ചെന്ന് ഭഗവാനെ പിടിച്ചു. ഭഗവാൻ അതിനുള്ള പിടികൊടുത്തു എന്നർത്ഥം. അന്വഞ്ചമാനാ ജനനീ ബൃഹച്ഛലശ്രോണീ വിരാക്രാന്തഗതിസ്സു മധ്യമാ ജവേന വിശ്രംസിത കേശബന്ധനച്യുത പ്രസൂനാനുഗതി പരാമൃശത്. കൃതാഗസം തം പ്രരുദന്തമക്ഷിണീ കഷന്തമജ്ജന്മഷിണീ സ്വപാണിനാം ഉദ്വീക്ഷമാണം ഭയവിഹ്വലക്ഷണം ഹസ്തേ ഗൃഹീത്വാ വിഷയന്ത്യവാഗുരത്. കൃതാഗസം തം പ്രരുദന്തമക്ഷിണീ കഷന്തമജ്ജന്മഷിണീ സ്വപാണിന ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാ വിഷയന്ത്യവാഗുരത്. അപ്പോ പിടികിട്ടിയപ്പോഴേക്കും ആള് ഭയം വല്ലാതെ അഭിനയിക്കാൻ തുടങ്ങി. അപരാധം ചെയ്തവനായിട്ട് സമ്മതിക്കും പോലെ, കുറ്റസമ്മതം ചെയ്യും പോലെ തല താഴ്ത്തി നിൽക്കുന്നു. അങ്ങനെ കുറ്റം ചെയ്തവൻ കൃതാഗസ്. അപ്പൊ കൃതാഗസം തം, കുറ്റം ചെയ്തവനും അഞ്ജന്മഷിണി അക്ഷിണി സ്വപാണിന കഷന്തം പ്രരുദന്തം. അപ്പോ അഞ്ജന്മഷിണി അക്ഷിണി, ഇവിടെ അക്ഷിണി എന്ന് പറയാൻ രണ്ട് കണ്ണുകൾ എന്നാണ്. അക്ഷിണി അക്ഷീണി എന്നാണ്. അപ്പൊ ഇവിടെ അക്ഷിണി എന്ന് ദീർഘം പറയുന്നത് ദ്വിവചന ശബ്ദമാണ്, രണ്ട് കണ്ണുകൾ. അപ്പൊ ആ രണ്ട് കണ്ണുകളെ വിശേഷിപ്പിച്ചതാണ് അഞ്ജന്മഷിണി എന്ന ദീർഘത്തോടെ, അതും ദ്വിവചനമാണ്. അപ്പൊ മഷി, അതിൽ അഞ്ജൻ. അഞ്ജൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പരത്തിയിട്ടുണ്ട് എന്നർത്ഥം. അഞ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അഞ്ജതി എന്ന് പറഞ്ഞാല് തേക്കുക, പിടിപ്പിക്കുക, എന്താ പറയുക, തേച്ച് പിടിപ്പിക്കുന്നതിനാണ് അഞ്ജനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മഷി, ആ കൺമഷി തലേ ദിവസം വൈകുന്നേരം കുളിച്ചപ്പോ ആ കുളി കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതിയതാണ്.
അപ്പൊ അതിപ്പോ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ അല്ലെങ്കിൽ തന്നെ കുറച്ചൊക്കെ പരന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്നുകൂടെ അതിനെ കണ്ണുനീര് കൊണ്ട് ഒന്നുകൂടെ കലക്കിയിട്ട് കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ തന്നെ എന്ത് ചെയ്യണു? കണ്ണിനെ സ്വപാണിന കഷന്തം, സ്വന്തം കൈകളെ കൊണ്ട് കഷന്തം എന്ന് പറഞ്ഞാല് അതിനെ എന്താ പറയുക, മർദ്ദിക്കുക, അതിനെ തേച്ച് പിടിപ്പിക്കുക. അപ്പൊ മുഖം മുഴുവൻ കരിവെച്ച് തേക്കുക. കണ്ണിലുണ്ടായിരുന്ന പഴയ അഞ്ജനത്തെ എല്ലാ ഭാഗത്തും തേച്ച് പിടിക്കുന്നു. അങ്ങനെ മുഖം മുഴുവൻ ഇപ്പൊ കരിവാളിച്ചിട്ടുണ്ട്. ആകെ കണ്ടാൽ തന്നെ പേടി തോന്നും, അയ്യോ പാവം തോന്നും. അങ്ങനെ എല്ലാ ഭാഗത്തും കൺമഷിയെ പരത്തിക്കൊണ്ട് പ്രരുദന്തം, പ്രകർഷേണ രുദന്തം, നല്ലോണം കരയുണ്ട്, കരച്ചിൽ അഭിനയിക്കുന്നുണ്ട്. ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം, അമ്മയുടെ നേരെ ഇടയ്ക്കിങ്ങനെ നോക്കുന്നുണ്ട് കുറ്റവാളിയെ പോലെ. ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം, ഭയം കൊണ്ട് നടുങ്ങുന്നതായിട്ടുള്ള കണ്ണോട് കൂടിയിട്ട്. മുഖത്ത് നോക്കാൻ ധൈര്യമൊന്നുമില്ല, എന്നാൽ ഇടയ്ക്ക് അമ്മയുടെ ഭാവം എന്താണ്? വടി കൊണ്ട് ഇപ്പൊ അടിക്കുവോ, എന്താ പരിപാടി എന്നുള്ള മട്ടിൽ, അയ്യോ അമ്മേനെ അടിക്കല്ലേ, ഞാൻ പാവമല്ലേ എന്നുള്ള മട്ടിലൊക്കെ നോക്കുന്നുണ്ട്. ഈ ഒരു നോട്ടത്തെയാണ് നമ്മളെ കുന്തി ദേവി തന്റെ സ്തുതിയിൽ പറഞ്ഞത്, അല്ലേ? ആ ഒരു നിൽപ്പുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോ വിസ്മയിക്കണു എന്ന് പറയണ്ടല്ലോ, അല്ലേ? ഗോപ്യാതേ ത്വയി കൃതാകസി ദാമതാവത്യാതേ യാതേ ദശാ സംഭ്രമാക്ഷം, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം, ആ ഒരു ദശ എന്നെ സാമാം വിമോഹയതി ധീരവിയദ്വിവേതി, ഭയം പോലും ആരെ ഭയപ്പെടുന്നുവോ, മൃത്യു പോലും ആരെ ഭയപ്പെടുന്നുവോ, ആ ഒരു അവസ്ഥ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ വേഷം കെട്ടി നിന്നതായിട്ടുള്ള ആ നാട്യം, അല്ലെ? ഭഗവാന്റെ ആ ഒരു നടന ചാതുരി, സകലകലാ വല്ലഭനായിട്ടുള്ള ഭഗവാന്റെ അഭിനയ ചാതുരി, അതിനെ ഓർത്ത് ഞാൻ ഇപ്പോഴും വിസ്മയിക്കണു. എന്തൊരഭിനയായിരുന്നു എന്ന് കുന്തി ദേവി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതേ അവസ്ഥ ഇവിടെയാണ് അതിന്റെ മൂലം, ഈ രംഗമാണത്. അപ്പൊ ഇങ്ങനെ ഭയവിഹ്വലേക്ഷണം, ഉദ്വീക്ഷമാണം, ഈ ഇമകളൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ട് ഇരിക്കും, മാൻ നോക്കുന്ന പോലെ, മാൻകുട്ടികൾ നോക്കുന്നത് പോലെ. കൺമിഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ എന്താ പറയുക, കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിച്ചുകൊണ്ട് ഭയത്തോടുകൂടി ഉദ്വീക്ഷമാണം, ചുണ്ടൊക്കെ നേരത്തെ തന്നെ വിറയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ കൃഷ്ണനെ നോക്കിയിട്ട് ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വ, കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ വടിയുണ്ട്, മറ്റൊരു കൈ കൊണ്ട് കൃഷ്ണന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓടിപ്പോവാതിരിക്കാൻ, ഇനി തനിക്ക് പണി തരാതിരിക്കാൻ. എന്നിട്ട് വിഷയന്തി, വിഷയന്തി എന്ന് പറഞ്ഞാൽ ഭീഷണം ചെയ്യുന്നവളായിട്ട്, ഭയപ്പെടുത്തുന്നവളായിട്ട്, അവാകുരത്, അവാകുരത് എന്ന് പറഞ്ഞാല് എന്താ പറയുക, വാക്കുകളെ കൊണ്ട് ഭത്സനം ചെയ്തു, ശകാരിച്ചു എന്നർത്ഥമാണ്. അവാകുരത്, ഭയങ്കരമായിട്ട് അവനെ ശാസിക്കുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അമ്പട എന്നെ കാണിച്ചു തരാം, നീ എന്തൊക്കെ വികൃതിയാണ് കാണിക്കുന്നത്. ആ ഗോപികമാരൊക്കെ വന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, നീ ഇത്രയും വികൃതിയാണ്, ഇത്രയും ഷാഢ്യക്കാരനാണെന്നൊന്നും ഞാൻ കരുതിയില്ല, നീ വല്ലാത്തവനാണ്, നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വടിയും കയ്യിൽ പിടിച്ച് കയ്യ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഒരു കൈ കൊണ്ട് പിടിച്ചും അങ്ങനെ മകനെ ഭയപ്പെടുത്തുന്നവളായി, ശകാരിക്കുന്നവളായി ഭവിച്ചു ആ യശോദ. കൃതാഗസം തം പ്രരുദന്തമക്ഷിണീ കഷന്തമഞ്ജന്മഷിണീ സ്വപാണിന ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാ വിഷയന്ത്യവാകുരത്. അപ്പൊ ഭഗവാന്റെ അഭിനയം കണ്ടപ്പോ ദേവിക്ക് തന്നെ ഒരു കരുണ തോന്നി, പേടിയൊക്കെ ആയി. അയ്യോ, വല്ലാതെ കരയാൻ പോകുന്നു, അല്ലെങ്കിൽ വല്ലാതെ ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു, ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കൃഷ്ണനെ. അപ്പൊ യശോദയ്ക്ക് തോന്നി, അയ്യോ പാവം എന്ന് തോന്നിയിട്ട് വടിയെ ഉപേക്ഷിക്കുന്ന രംഗമാണ്. തക്വാ ജഷ്ടിം സുതം ഭീതം വിജ്ഞായാർഭഗവത്സല യേഷ കില തം ബദ്ധും ദാംനാ തദ്വീര്യകോവിതാം. ദാംനാ തദ്വീര്യകോവിതാം തെക്വാ യഷ്ടിം സുതം ഭീതം വിജ്ഞായാർഭഗവത്സല യേഷ കില തം ബദ്ധും ദാംനാ തദ്വീര്യകോവിതാം. അപ്പോ ആ അർഭകവത്സല സുതം ഭീതം വിജ്ഞായ,
അർഭകവത്സല ആ ബാലനോട്, തന്റെ പുത്രനോട് നല്ല സ്നേഹവാത്സല്യങ്ങൾ ഉള്ളിലുണ്ട്. പുറത്ത് നാടകമാണ് അമ്മയും. അപ്പൊ അമ്മയും ഈ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഒരു നാടകം മാത്രമാണ്. മകനും താൻ പേടിച്ചവനായിട്ട് അഭിനയിക്കുകയാണ്. എന്തിനു വേണ്ടിയാവോ? നമുക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? നമ്മൾക്ക് ഈ കഥകളൊക്കെ ഓർത്തോർത്ത് രസിക്കാൻ വേണ്ടി. അല്ലാതെ ഭഗവാന് യഥാർത്ഥത്തിൽ പേടിയുമില്ല, അമ്മയ്ക്ക് മകനോട് ദേഷ്യവും ഇല്ല. നല്ല വാത്സല്യമാണുള്ളത്. ഒരിക്കലും അടിക്കാൻ പോകുന്നില്ല. വെറും നാടകം മാത്രമാണ്, ഭയപ്പെടുത്തൽ മാത്രമാണ്. അപ്പൊ അർഭകവത്സല സുതം ഭീതം വിജ്ഞായ, തന്റെ മകൻ പുത്രൻ ഭീതനായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട്, അയ്യോ വല്ലാതെ പേടിച്ചിരിക്കണു, ഇനിയിപ്പോ പേടിച്ച് പനി വര്, രാത്രിയിൽ ഉറക്കമില്ലാതാവുകയൊക്കെ ചെയ്താലോ പണിയാവും അല്ലേ? കൊച്ചുകുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ അത് പേടിച്ചിട്ട്, ഭഗവാന് പേടിയില്ല എന്നുള്ളത് യശോദയ്ക്ക് അറിയില്ല. യശോദ അടിക്കില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. ഭഗവാൻ എല്ലാവരുടെയും അന്തര്യാമിയാണ്. യശോദയ്ക്ക് അത് സാധിക്കില്ല. അപ്പൊ യശോദ ശരിക്കും സീരിയസ് ആണെന്ന് വിചാരിക്കും ഈ കൃഷ്ണന്റെ അഭിനയം. അങ്ങനെ സുതം ഭീതം വിജ്ഞായ യഷ്ടിം തെക്വാ, ആ വടിയെ ഉപേക്ഷിച്ചു വലിച്ചെറിഞ്ഞു. ഇനിയിപ്പൊ അതിന്റെ പേരിൽ പേടിച്ച് വിറക്കണ്ട, തല്ലെന്ന് വിചാരിച്ച് വിറക്കണ്ട എന്ന് വിചാരിച്ച് കുറച്ചൊന്ന് ആശ്വസിച്ചോട്ടെ എന്ന് പറഞ്ഞ് വടിയെ ഉപേക്ഷിച്ചിട്ട് അതദ്വീര്യ കോവിത തം ദാമനാബദ്ധും യേഷ. അതദ്വീര്യ കോവിത, ഭഗവാന്റെ വീര്യത്തെക്കുറിച്ച് എന്താണ് ഭഗവാന്റെ തദ്വീര്യം? തദ്വീര്യം എന്ന് പറഞ്ഞാൽ തസ്യ വീര്യം, അവന്റെ ശക്തി, അവന്റെ മഹത്വം, അവന്റെ കഴിവുകൾ എന്താണെന്ന് അറിയുന്നവർ തദ്വീര്യ കോവിതന്മാര്. ഇവിടെ ദേവി ഭഗവാന്റെ ആ വീര്യ കോവിതയല്ല, അതുകൊണ്ട് ആ എന്നുള്ള ഉപസർഗം കൂടി ചേർക്കണം. അതദ്വീര്യ കോവിത, ഭഗവാന്റെ വീര്യത്തെക്കുറിച്ച് അറിയാത്തവൾ, അറിവില്ലാത്തവൾ, ഭഗവാൻ ആരാ മുതലെന്ന് അറിയാത്തവളായിട്ടുള്ള ആ ദേവി ദാംനാബദ്ധും യേഷ, കയറുകൊണ്ട് കെട്ടാനായിട്ട് ഇച്ഛിച്ചു, ആഗ്രഹിച്ചു. ആരെയാ താൻ കയറുകൊണ്ട് കെട്ടാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിച്ചില്ല എന്നർത്ഥം. അപ്പൊ മുമ്പ് 2 പ്രാവശ്യം വായില് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്ത ആളാണ്. അതൊന്നും ഓർത്താൽ മതിയായിരുന്നു. പക്ഷെ അതിലൊന്നും അത് നല്ലോണം ഉള്ളിൽ ഉറച്ചിട്ടില്ല. ഭഗവാൻ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തതും അപ്പൊ തൽക്കാലത്തേക്ക് എന്തൊക്കെയോ മിന്നി മറഞ്ഞു എന്നുള്ളതല്ലാതെ അത് സ്ഥായീ ഭാവമില്ല. ഇതാരാണ് എന്നുള്ളത് നല്ല ബോധ്യമില്ല. അതുകൊണ്ട് വീണ്ടും പുത്രവാത്സല്യത്തോടെ അല്ലെങ്കിൽ പുത്രനാണെന്നുള്ള മമതയോടെ ഇവനെ കെട്ടിയിടും ഞാൻ എന്ന മട്ടില് ഇവനെ കെട്ടിയിടാനായിട്ട് പുറപ്പെട്ടു. ആരെ കെട്ടിയിടാനാ പുറപ്പെട്ടതെന്ന് ശുഖബ്രഹ്മർഷി പറയണം ഇവിടെ. നചാന്തര ബഹിർയസ്യ ന പൂർവം നാഭിചാപരം പൂർവാപരം ബഹിശ്ചാന്തഃ ജഗതോ യോ ജഗച്ഛയഃ. നചാന്തര ന ബഹിർയസ്യ ന പൂർവം നാഭിചാപരം പൂർവാപരം ബഹിശ്ചാന്തഃ ജഗതോ യോ ജഗച്ഛയഃ. തം മത്വാത്മജമവ്യക്തം മർത്യലിംഗം അധോക്ഷജം ഗോപികോലുഘലേന ദാംനാ ബബന്ധ പ്രാകൃതം യഥാ. തം മത്വാ ആത്മജമവ്യക്തം മർത്യലിംഗമധോക്ഷജം ഗോപികോലുഘലേ ദാംനാ ബബന്ധ പ്രാകൃതം യഥാ. അപ്പൊ ശ്രീ ശുഖബ്രഹ്മർഷി പറയണ യസ്യ അന്തഃ ന, ആർക്ക് ഉള്ള് എന്നൊരു ഭാഗമില്ലയോ. ഈ ഉള്ളും പുറവുമൊക്കെ എന്തിനുള്ളതാണ്? ഉള്ള്, പുറം, മുൻഭാഗം, പിൻഭാഗം എന്നൊക്കെ പറയുന്നത് പരിമിതമായ വസ്തുക്കൾക്ക് മാത്രമുള്ളതാണ്. പുറമുണ്ടെങ്കിലേ ഉള്ളുള്ളൂ അല്ലേ? ആദ്യം പുറം കണ്ടെത്തണം. ബാഹ്യമായിട്ടുള്ള ആ ബൗണ്ടറി കണ്ടെത്തിയാലേ അതിൻ്റെ ഉള്ള് എന്ന് പറയാൻ പറ്റുള്ളൂ. ബൗണ്ടറി പുറം കണ്ടെത്താൻ പറ്റാത്ത ഒരു വസ്തുവിന് എവിടുന്നാണ് ഉള്ള് ആരംഭിക്കുന്നത്? എങ്ങനെയാ ഉള്ളിനെ കണ്ടുപിടിക്കുക? പുറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ള് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. പുറത്തിന്റെ വിപരീതമാണ് ഉള്ള്. പുറമില്ലാത്ത ഒരാൾക്ക് എന്തുള്ള്? അപ്പോ ഭഗവാന്റെ ബാഹ്യ ബൗണ്ടറികൾ അനന്തതയാണ്. ഉള്ളിലും ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. എവിടുന്ന് തുടങ്ങണം? ഭഗവാന്റെ മധ്യഭാഗം എവിടെയാണ്? തുടക്കം എവിടെയാണ്? ഒടുക്കം എവിടെയാണ്? ഒന്നും പിടികിട്ടില്ല. അതാണ് യസ്യ അന്തഃ നച, ഏതൊരുവന് ഉള്ള് എന്നുള്ളതില്ലയോ
ബഹിഹീനച പുറവും ഇല്ലയോ. പുറവും അകവുമെല്ലാം ചെറിയ വസ്തുക്കൾക്ക് ഉള്ളതാണ്, പരിമിതമായ വസ്തുക്കൾക്ക്, ഡൈമെൻഷൻസ് ഉള്ള വസ്തുക്കൾക്ക് ഉള്ളതാണ്. അതിന് എന്താ, ഫൈനൈറ്റ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് ഈ പറഞ്ഞ അകവും പുറവും നമുക്ക് കാണാൻ പറ്റുള്ളൂ, അളന്നെടുക്കാൻ പറ്റുള്ളൂ. ഇൻഫിനിറ്റ് ആയിരിക്കുന്ന, അനന്തനായിരിക്കുന്ന ഭഗവാന് പുറവുമില്ല അകവുമില്ല. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക. അങ്ങനെ അകവും പുറവും തിങ്ങും എന്നൊക്കെ വെറുതെ വാക്കുകളെ കൊണ്ട് പറയണം. അവിടെ എല്ലായിടത്തും തിങ്ങി നിൽക്കുകയാണ്. അപ്പൊ തിങ്ങി നിൽക്കുന്നതിന് അകം എന്ന് പറയാൻ പറ്റില്ല. ഉൾഭാഗം പൊള്ളയാണെങ്കിലേ ഉള്ളു കണ്ടെത്താൻ പറ്റുള്ളൂ. നമുക്കൊരു പാത്രത്തിന്റെ ഉൾഭാഗം എന്ന് പറയാം. എന്തുകൊണ്ട്? അതിന്റെ ഉള്ള് എവിടുന്ന് എവിടെ വരെ, എത്ര കപ്പാസിറ്റി, ഇത്ര ലിറ്റർ കപ്പാസിറ്റി എന്നൊക്കെ നമുക്ക് അളന്ന് കാണാൻ പറ്റും, അതിന്റെ ഉള്ളിലുള്ള സ്പേസ് കൊണ്ട്. ഇവിടെ ഉള്ളിൽ സ്പേസ് ഇല്ലാത്തതിന്റെ ഉള്ളെങ്ങനെ കണ്ടെത്തുക? തിങ്ങി നിൽക്കുന്ന വസ്തുവിന്, സച്ചിദാനന്ദം അല്ലെങ്കിൽ സാന്ദ്രാനന്ദാവബോധാത്മകം എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന വസ്തുവിന് അകവുമില്ല പുറവുമില്ല. അകവും പുറവും കണ്ടെത്താൻ പറ്റുന്ന വസ്തുവല്ല ഈ പരബ്രഹ്മം. അങ്ങനെയുള്ള യസ്യ അന്തഃ ന ബഹിഃ ന ച ന പൂർവം ന അപരം ച. പൂർവം മുൻവശം, അപരം പിൻവശം. അത് എവിടുന്നാ തുടങ്ങുന്നതെന്ന് പറഞ്ഞാലേ അതിന്റെ മുൻവശം എന്ന് പറയാൻ പറ്റുള്ളൂ. എവിടുന്നാ അവസാനിക്കണം അതിനാണ് പിൻവശം എന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് ഇതുവരെ ഉള്ള സാധനത്തിന് അതിന്റെ മുൻവശം പൂർവഭാഗം, അതിന്റെ പുറകില് അതില്ലാത്തിടത്താണ് അതിന്റെ പിൻവശം എന്ന് പറയുന്നത്. ഇവിടെ മുന്നും പിന്നും കണ്ടെത്താൻ പറ്റില്ല, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വസ്തുവിന്. അങ്ങനെ ഏതൊന്നിന് പൂർവവും അപരവുമില്ലയോ. യഹ ജഗച്ഛ, ഏതൊരുവൻ തന്നെയാണോ ഈ ജഗത്തായിരിക്കുന്നത്, ഈ വിശ്വമായി ഈ കാണുന്നതായിട്ടുള്ള നാനാ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ആരാണോ, ആരുടെ ഭാനമാണോ, ആരുടെ മാനിഫെസ്റ്റേഷനാണോ ഈ ജഗത്ത് മുഴുവൻ. ഇനി ജഗതഃ പൂർവാപരം അന്തഃ ബഹിഃ യഹ. എന്നാൽ ഈ ജഗത്ത് പരിമിതമാണ്. ഈ ജഗത്തിന്റെ പൂർവവും അപരവും അന്തഃ ബഹിഃ. ഈ കാണുന്ന ജഗത്തിന്റെ മുമ്പും പിമ്പും അതിന്റെ അകത്തും പുറത്തും ഒക്കെ ആരാണോ തങ്ങി നിൽക്കുന്നത്. ആ അർത്ഥത്തിലാണ് മറ്റേ നാരായണ ഗുരുദേവന്റെ ആ ദൈവദശകത്തെ എടുക്കേണ്ടത്. അകവും പുറവും തിങ്ങും. ഏതിന്റെ അകവും പുറവും? ഈ കാണുന്ന ജഗത്തിന്റെ അകവും പുറവും തിങ്ങും. അപ്പൊ ജഗത്തിന്റെ മുഴുവൻ അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന വസ്തുവാണ്. അപ്പൊ ആരാണോ ഈ ജഗതഃ പൂർവാപരം അന്തഃ ബഹിഃ ച. മാത്രമല്ല അവ്യക്തം, വാസ്തവത്തിൽ വ്യക്തമല്ലാത്തവനാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്നത് എന്ന് നിശ്ചയിച്ച് വ്യക്തമായിട്ട് പറയാൻ, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തവൻ. അവ്യക്തം നവ്യഞ്ജതേ, വ്യക്തമാകാത്തവൻ. ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്നത് എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്തത്. ഇന്നത് എന്ന് തീരുമാനിച്ചാൽ അത് പരിമിതമായി. എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് അതിനെ പറഞ്ഞു തീർത്താൽ അത് കണ്ടീഷൻഡായി, അത് ഫൈനൈറ്റായി. അപ്പൊ ഇവിടെ ഇന്നത് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട്, ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും അതിനെ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവ്യക്തം. മർത്യലിംഗം അധോക്ഷജം. ഇപ്പൊ പക്ഷേ ഒരു മർത്യലിംഗം എടുത്തിട്ടുണ്ട്, മർത്യന്റെ വേഷം കെട്ടിയിട്ടുണ്ട്, ഒരു അടയാളം എടുത്തിട്ടുണ്ട്, മനുഷ്യനാണെന്ന് തോന്നിക്കുന്ന ഒരു വേഷം. മാനുഷീം തനുമാശ്രിതം, മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിട്ടുണ്ട്, ലക്ഷണങ്ങളോട് കൂടിയവനാണ്. മനുഷ്യന്റെ ലിംഗങ്ങൾ അഥവാ ലക്ഷണങ്ങളോട് കൂടിയവനാണ്. കയ്യും കാലും തലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ പോലെ പരിമിതനാണ് അയാൾ എന്ന് കരുതിയാൽ തെറ്റി. അധോക്ഷജനാണ്. അധോക്ഷജം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തവൻ, ഇന്ദ്രിയങ്ങളുടെ പുറകിലിരുന്ന് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നവനാണ്, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവനാണ് അധോക്ഷജൻ. അങ്ങനെയുള്ള അധോക്ഷജം തം
ആത്മജം മത്വ, അവനെയാണ് തന്റെ പുത്രൻ എന്ന് കരുതിയിട്ട് ആത്മജം മത്വ ഗോപിക പ്രാകൃതം യഥാ ദാമുന ഉലൂഖലേ ഭവന്ത. ആ ഗോപിക യശോദ ഒരു പ്രാകൃതനായ ഒരു ശിശുവിനെ പോലെ, പ്രകൃതി നിർമ്മിതമായവരാണ് പ്രാകൃതന്മാര്. നമ്മളൊക്കെ പ്രകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ശരീര മനോബുദ്ധികളോട് കൂടിയവരാണ് അല്ലെ. ആ പ്രകൃതിയിൽ അഭിരമിക്കുന്നവരാണ് നമ്മളൊക്കെ, അഭിമാനിക്കുന്നവരാണ്. അപ്പൊ നമ്മളൊക്കെ പ്രാകൃതന്മാരാണ്, പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചവരാണ്. എന്നാൽ ഭഗവാനോ പ്രകൃതിക്ക് അതീതനാണ് അല്ലെ. കുന്തിദേവി പ്രാർത്ഥിച്ചപ്പോ പ്രകൃതേ പരം, ഇവിടെ വസുദേവനും ദേവകിയും സ്തുതിച്ചപ്പോഴും പറഞ്ഞു പ്രകൃതേഹേ പരം, പ്രകൃതിക്കും പരനായിരിക്കുന്നവൻ, പ്രകൃതിക്കും അതീതനായിരിക്കുന്നവൻ, പ്രകൃതിക്കുള്ളിൽ ഒതുങ്ങുന്നവരല്ല. നമ്മളൊക്കെ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചതുകൊണ്ട് നമ്മളെയൊക്കെ പ്രാകൃതന്മാരെന്ന് പറയാം. ഇവിടെ അങ്ങനെ ഒരു പ്രാകൃതനായിട്ടുള്ള കുട്ടിയാണെന്ന് വിചാരിച്ച് ആ യശോദ ദാമുന കയറുകൊണ്ട് ഉലൂഖലേ ബബന്ത, ഉലൂകലത്തിൽ ആ ഉരലിലേക്ക് പിടിച്ച് ബന്ധിക്കാനായിട്ട് ശ്രമിച്ചു. ബബന്ത എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു എന്നാണ്. ഇവിടെ ബന്ധിക്കാൻ പുറപ്പെട്ടു എന്ന് താല്പര്യം, ബന്ധിക്കാൻ തുടങ്ങി. അപ്പോ ആ പരബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഇവൾ ബന്ധിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നടക്കുന്ന കാര്യമാണോ? സ്വന്തം പരിശ്രമം കൊണ്ട്, സ്വന്തം കഴിവ് കൊണ്ട് യശോദയ്ക്കത് സാധിക്കുന്നതല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് സുഖബ്രഹ്മർഷി. പൂർവം നാഭിചാപരം പൂർവാപരം ബഹിശ്ചാന്തഃ ജഗതോ യോ ജഗച്ഛയഃ തം മത്വാത്മജമവ്യക്തം മർത്യലിംഗമദോക്ഷജം ഗോപികോലൂഖലേ ദാംനാ ബബന്ത പ്രാകൃതം യദാ തദ്ദാമ ബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാഗസഃ ദ്യങ്കുലോനം അഭൂത്തേന സന്തതേ അന്യച്ഛ ഗോപികാ. തദ്ദാമ ബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാഗസഃ ദ്യങ്കുലോനം അഭൂത്തേന സന്തതേ അന്യച്ഛ ഗോപികാ. അങ്ങനെ സ്വ അർഭകസ്യ കൃതാഗസഃ, കൃതാഗസഃ സ്വ അർഭകസ്യ, അപരാധം ചെയ്തവനായ തന്റെ പുത്രനെ, ആ കുട്ടിയെ ബന്ധിക്കാനായിക്കൊണ്ട് സ്വാർഭകസ്യ ബധ്യമാനസ്യ, ബന്ധിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ തദ്ദാമ, ആ കയറ് എടുത്തതായിട്ടുള്ള, ആദ്യം എടുത്തതായിട്ടുള്ള കയറ് ദ്യങ്കുല ഊനമഭൂത്. ദ്വി അങ്കുലം രണ്ട് വിരല്, അങ്കുലം വിരലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണക്കിൽ ഇഞ്ച് എന്നൊക്കെ പറയും പോലെയുള്ള കണക്കിലെടുക്കാം. അപ്പൊ 2 അങ്കുലം അളവ് ഊനം അഭൂത്, ഊനം കുറവുള്ളതായിട്ട്, ന്യൂനമായിട്ട് ഭവിച്ചു. തേന സന്തതേ അന്യച്ഛ ഗോപിക, ആ ഗോപിക വലിയ ബുദ്ധിമതിയെ പോലെ, ഓ ഇതിനൊക്കെ വഴിയുണ്ട്, ഞാനിപ്പോ ബന്ധിക്കും എന്ന് തന്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് വലിയ സാമർത്ഥ്യക്കാരിയെ പോലെ മറ്റൊരു കയറെടുത്ത് തേന സന്തതേ, അതുമായിട്ട് സന്ധി ചെയ്തു, അതുമായിട്ട് കൂട്ടിക്കെട്ടി എന്നർത്ഥം. അപ്പൊ മറ്റൊരു കയറെടുത്ത് ഈ കയറിൽ കൂട്ടിക്കെട്ടി ഇപ്പൊ ശരിയാക്കി തരാമെന്ന മട്ടില് വീണ്ടും കെട്ടാനായിക്കൊണ്ട് തുനിഞ്ഞു. ദ്യങ്കുലോനമഭൂത്തേന സന്തതേ അന്യച്ഛ ഗോപികാം യഥാസീത്തദഭിന്യൂനം തേന അന്യദഭി സന്തതേ തദഭി ദ്യങ്കുലം ന്യൂനം യദ്യദാദത്തബന്ധനം. യഥാസീത്തദഭിന്യൂനം തേന അന്യദഭി സന്തതേ തദഭി ദ്യങ്കുലം ന്യൂനം യദ്യദാദത്തബന്ധനം. അങ്ങനെ തദഭി ദ്യങ്കുലം ന്യൂനം യഥാ ആസീത്, ആ എടുത്ത കയറും കൂട്ടിക്കെട്ടിയിട്ടും പിന്നെയും 2 അങ്കുലം ന്യൂനം. അങ്ങനെ എപ്പോഴാണോ ഭവിച്ചത്? യഥാ ആസീത്, അപ്പോൾ തത് തേന അന്യതബി സന്തതേ, അതിനോടുകൂടെ മറ്റൊരു കയറും കൂടി സന്താനം ചെയ്തു, കൂട്ടിക്കെട്ടി, മറ്റൊരു യുക്തി കൂടി ചെയ്തു നോക്കി. എന്റെ കയ്യിലാണോ മരുന്നില്ലാത്തത്, എന്റെ കയ്യിലാണോ വഴിയില്ലാത്തത് എന്ന മട്ടില് വലിയ സാമർത്ഥ്യക്കാരിയെ പോലെ ഇങ്ങനെ അടുത്ത കയറും കൂടി കൂട്ടിക്കെട്ടി. തദഭി ദ്യങ്കുലം ന്യൂനം, തദഭി അതും ദ്യങ്കുലം ന്യൂനം, വീണ്ടും 2 അങ്കുലം ന്യൂനമായിരുന്നു. അങ്ങനെ യത് ബന്ധനം ആദത്ത, ഏതേത് ബന്ധനത്തിനായിക്കൊണ്ട് ഏതൊക്കെ കയർ കൊണ്ടുവന്നുവോ ഒക്കെ ന്യൂനമായിട്ട് തന്നെ ഭവിച്ചു, 2 അങ്കുലം കുറവായിട്ട് തന്നെ ഭവിച്ചു.
അപ്പൊ ഇവള് തന്റെ ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട്, തന്റെ എന്താ പറയുക, കൗശലം കൊണ്ട്, സാമർഥ്യം കൊണ്ട്, കയ്യൂക്ക് കൊണ്ട്, പൗരുഷം കൊണ്ട് ഭഗവാനെ ബന്ധിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു പൗരുഷമാണ് ഇവിടെ പോകേണ്ടത്. അഹങ്കാരം, അഭിമാനം, ഞാൻ ഇവന്റെ അമ്മ, ഇവൻ എൻ്റെ മകൻ, ഇവനെ ഞാൻ ബന്ധിക്കും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ അഹന്താമമതകളാകുന്ന ആ ഭാവങ്ങളാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതാണ് ഇവിടെ 2 അങ്കുലം കുറവായിട്ട്. അത് രണ്ടും പോയാലോ ആ കുറവ് നിൽക്കുന്നു. അഹന്തയും മമതയും പോണം. അപ്പൊ എങ്ങനെ 2 വിരല് എപ്പോഴും കുറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ആ വീട്ടിലുള്ള കയറൊക്കെ കഴിയുന്നു എന്ന് പറയണം. ഏവം സ്വഗേഹദാമാനി യശോദാ സന്തതത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. ഏവം സ്വഗേഹദാമാനി യശോദാ സന്തതത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. ഏവം ഇപ്രകാരം സ്വഗേഹദാമാനി തന്റെ ഗൃഹത്തിലുള്ള സകല ദാമങ്ങളും കയറുകളും സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. മറ്റുള്ളവരെ കൊണ്ടൊക്കെ എടുപ്പിച്ചു. അപ്പോഴേക്കും ഗോപികമാര് കാഴ്ചക്കാരായിട്ട് കാണാൻ വന്നിരിപ്പുണ്ട്. ഈ ലീല, ഭഗവാന്റെ ലീല, യശോദയുടെ സാമർഥ്യം ഒക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് പരീക്ഷിക്കാനായിക്കൊണ്ടും ഗോപികമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ യശോദ തന്റെ ഗൃഹത്തിലുള്ള ദാമങ്ങളെ സന്തതതി അപി, എത്രയെല്ലാം കൂട്ടിച്ചേർക്കുന്നവളായിട്ടും എത്ര കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും അങ്ങനെ ആ സമയത്ത് ഗോപീനാം സുസ്മയന്തീനാം, അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ഗോപികമാരൊക്കെ സുസ്മയന്തികളായി, നല്ലതുപോലെ ചിരിക്കുന്നവരായി, യശോദയെ പരിഹസിക്കാൻ തുടങ്ങി എന്നർത്ഥം. എന്താ അവർക്ക് കാര്യം മനസ്സിലായോ ആവോ, എന്തുകൊണ്ടാണ് അവർ ചിരിക്കുന്നത് മനസ്സിലായി. എന്തായാലും യശോദയ്ക്ക് ഇത് വേണം എന്നുള്ള മട്ടില് യശോദയെ ഒരു പരിഹാസ രൂപത്തില് അവര് ചിരിക്കുന്നുണ്ട്. അങ്ങനെ സുസ്മയന്തീനാം ഗോപീനാം, ആ ഗോപികമാരുടെ ഇടയിൽ നാണം കെട്ടുകൊണ്ട് വളരെ പരവശയായിക്കൊണ്ട് സ്മയന്തി, ഇവളും ചിരിക്കൊക്കെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ സ്മയം എന്നുള്ളതിന് വിസ്മയം എന്ന് അർത്ഥമുണ്ട്, ആശ്ചര്യപ്പെടുന്നവളായിട്ട്. ഉള്ളിൽ ആശ്ചര്യമുണ്ട്, പുറത്ത് ചിരിക്കുന്നുണ്ട്. എന്തിനാ ഇവരോട് മുമ്പിൽ തോറ്റുകൊടുക്കാതിരിക്കാൻ. അങ്ങനെ തോറ്റുകൊടുക്കാതെ പുറത്തേക്ക് ചിരിച്ചും അകത്ത് വിസ്മയിച്ചുകൊണ്ടും ആശ്ചര്യപ്പെട്ടുകൊണ്ടും വിസ്മിതാഭവത്, വിസ്മിതയായി ഭവിച്ചു. ആശ്ചര്യപ്പെട്ടു, ഇതെന്താ ഇത് സാധിക്കാത്തത്, എന്താ ഇപ്പൊ സംഭവിച്ചത്? അപ്പോ ഓർമ്മ വരും ചിലപ്പോ, മുമ്പ് വായിൽ കണ്ടതായിട്ടുള്ള ആ വിശ്വരൂപം ഓർമ്മ വരാം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോ വിശ്വരൂപം വായിൽ കണ്ടപ്പോ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ? ആ ഭഗവാനെ, ഈ വിശ്വത്തിന്റെ മുഴുവൻ കാരണഭൂതനായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന ആ ഭഗവാനെ ശരണംഗത എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ മനസ്സുകൊണ്ട് ഈ ഭാവം വന്നിട്ടുണ്ടാവും. തന്റെ ബുദ്ധി കൊണ്ട് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, തന്റെ എന്താ പറയുക കയ്യൂക്ക് കൊണ്ടൊന്നും പിടിച്ചടക്കാൻ പറ്റുന്നതല്ല, തന്റെ പൗരുഷത്തിൽ വഴങ്ങിത്തരുന്നതല്ല ഈ ഭഗവാൻ. ഈ ഭഗവാനെ ദമിക്കാൻ സാധ്യമല്ല, ഇവൻ അദാന്താത്മാ തന്നെയാണ്. ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ വിളിച്ചുപോയി അദാന്താത്മൻ, അടക്കമില്ലാത്തവനെ എന്ന് ഇപ്പൊ ബോധ്യമായി, ഇവൻ അദാന്താത്മൻ തന്നെ. അങ്ങനെ എത്ര അധ്വാനിച്ചിട്ടും എത്ര കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും സാധിച്ചില്ല എന്നർത്ഥം. അപ്പോ ഇനിയിപ്പോ മനസ്സുകൊണ്ട് ഭഗവാനോട് കീഴടങ്ങണം, പ്രാർത്ഥിക്കണം. ഭഗവാനെ, എന്നെ നാണം കെടുത്തരുതേ, ഞാൻ അങ്ങയുടെ അമ്മയല്ലേ. എല്ലാ ഗോപികമാരും നോക്കൂ, എന്റെ ചുറ്റും നിന്ന് പരിഹസിക്കുന്നത്. ഞാനിതാ പരവശയായിരിക്കുന്നു, ക്ഷീണിതയായിരിക്കുന്നു, രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അംഗം, എത്ര ഓടി നിന്റെ പുറകെ, ഇപ്പതാ വേർത്ത് കുളിച്ച് ഞാൻ പരവശയായിരിക്കുന്നു എന്ന മട്ടില് വിനയം വന്നിട്ടുണ്ടാവും, ഉള്ളില് ആശ്രയഭാവം വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ സ്വബന്ധനത്തിൽ കാരുണ്യം കാണിച്ചു എന്ന് അടുത്ത ശ്ലോകം. സ്വമാതുസ്വിന്നഗാത്രായ വിസ്രസ്തകബരസ്രജഃ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണഃ കൃപയാസീത് സ്വബന്ധനേ. സ്വമാതുസ്വിന്നഗാത്രായ വിസ്രസ്തകബരസ്രജഃ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണഃ കൃപയാസീത് സ്വബന്ധനേ.
സ്വമാതുഹു സ്വിന്നഗാത്രായാഹ. സ്വിന്നഗാത്ര, സ്വേദം കൊണ്ട് കുളിച്ച, വിയർപ്പ് കൊണ്ട് കുളിച്ചതായിട്ടുള്ള ഗാത്രം, ശരീരാവയവങ്ങൾ മുഴുവൻ പരവശയായി വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവളും വിസ്രസ്ത കബരസ്രജ, വിശ്രംസിച്ച കബരസ്രജം, തലമുടിയും ആ തലമുടിയിൽ ചൂടിയ മാലയും ഒക്കെ വിശ്രംസിച്ചിട്ടുണ്ട്, താഴേക്ക് അഴിഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ തലമുടിയൊക്കെ അഴിഞ്ഞ് വല്ല ഭ്രാന്തിയെ പോലെ ഉന്മാദിനിയെ പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആ സ്വമാതുഹു പരിശ്രമം ദൃഷ്ട, തൻ്റെ അമ്മയുടെ ആ കഠിനമായിട്ടുള്ള പരിശ്രമം കണ്ടിട്ട്, അല്ലെങ്കിൽ ക്ഷീണത്തെ കണ്ടിട്ട്, ദുഃഖത്തെ കണ്ടിട്ട്, കൃഷ്ണ കൃപയാ സ്വബന്ധനേ ആസീത്, കൃഷ്ണൻ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് സ്വബന്ധനത്തിൽ ആസീത്, സ്ഥിതി ചെയ്തു. താൻ തന്നെ സ്വയം ബന്ധിച്ചതാണ്, അഥവാ താൻ തന്നെ പിടികൊടുത്തതാണ്. തന്റെ കാരുണ്യം മാത്രമാണ് യശോദയ്ക്ക് ബന്ധിക്കാൻ കഴിഞ്ഞത്. യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം എന്നുള്ള ആ ഉപനിഷത്ത് മന്ത്രം എപ്പോഴും ഓർക്കുക. ആരാണോ അവനെ തന്നെ പരിപൂർണമായി ശരണം പ്രാപിക്കുന്നത് അവർക്ക് അവൻ തൻ്റെ കാരുണ്യം കൊണ്ട് തൻ്റെ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നു, അനാവരണം ചെയ്യുന്നു, അവർക്ക് പിടികൊടുക്കുന്നു. അവർക്ക് ഭഗവാനെ അറിയാം. അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ അനന്തതയെ തിരിച്ചറിയാം. ഭഗവാനെ അറിയാൻ കഴിയില്ല എന്നറിയാം. അത് തന്നെ ഒരു അറിവാണ്. ഭഗവാനെ പൂർണ്ണമായിട്ട് ഇന്ന് വരെ ആരും അറിഞ്ഞിട്ടില്ല, ആർക്കും അറിയാനും സാധിക്കുകയുമില്ല. ഭഗവാന്റെ കുറേ ലക്ഷണങ്ങളൊക്കെ അറിയാം. ആ കുറേ ലക്ഷണങ്ങളൊക്കെ കൂട്ടി വായിച്ചിട്ട് ഊഹിക്കാം, ഭഗവാനെ അറിയാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് ഭഗവാൻ ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളൊരറിവ് അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ കരുണ കൊണ്ടാണ് ഇവിടെ പിടികൊടുത്തത് എന്നർത്ഥം. അപ്പൊ ഇവിടെ ദേവിക്ക് നല്ല ദൈന്യം വന്നു. അപ്പൊ ഈ സമയത്തൊന്നും നന്ദഗോപരോ രോഹിണി ദേവിയോ ഒന്നും അവിടെ സ്ഥലത്തില്ല. അവരുണ്ടായിരുന്നെങ്കിൽ യശോദയെ പിടിച്ചു മാറ്റിയേനെ. എന്ത് പണിയാ ഈ കാണിക്കുന്നത്? കുട്ടികളായ ഒത്തിരി വികൃതിയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണോ കുട്ടികളെ? ഇങ്ങനെയൊക്കെ പിടിച്ച് കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചേനെ. ഇപ്പൊ അവര് അവിടുത്തെ തിരക്കിലായിരിക്കും. മറ്റേ ഇന്ദ്രയാഗത്തിന്റെ എന്താ പറയുക ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടേക്ക് അറിഞ്ഞിട്ടില്ല, അവരൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് യശോദ ഒറ്റയ്ക്കാണ് ഇപ്പോൾ മകനുമായിട്ടുള്ള കളി. അതിപ്പോൾ മകന്റെ കാരുണ്യമാണ് അവരെ അറിയിക്കാതെ, അവരെ അങ്ങോട്ട് വരുത്താതെ അമ്മയെ ചില പരീക്ഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അമ്മയ്ക്ക് താൻ ആരാണെന്നുള്ളതായിട്ടുള്ള ബോധ്യം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ ദമിക്കാൻ പറ്റാത്ത ഭഗവാനെ ഇവിടെ ദമിക്കുകയാണ് ദേവി ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ ദാമോദരൻ എന്ന പേര് കിട്ടി. ദാമോദരൻ എന്നുള്ളതിന് സ്ഥൂലമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം ഉദരത്തിൽ ദാമത്തോടു കൂടിയവൻ. എന്നാൽ വാസ്തവത്തിൽ എന്താണ് ദാമോദര ശബ്ദത്തിനർത്ഥം? ആരുടെ ഉദരത്തിലാണോ ഈ ലോകങ്ങൾ മുഴുവൻ ദമിക്കപ്പെട്ടിരിക്കുന്നത്, എല്ലാറ്റിനെയും ഉള്ളിലടക്കിയിരിക്കുന്നവൻ, അതാണ് മുമ്പേ കാണിച്ചു കൊടുത്തത്. മുമ്പേ തന്നെ ദാമോദരനാണ്. എപ്പോ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോ തന്നെ ദാമോദരനാണ്. വായിൽ കാണിച്ചു കൊടുത്തു ലോകങ്ങളെ മുഴുവൻ. അപ്പൊ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലോകങ്ങളെ മുഴുവൻ ദമിച്ചിട്ടുണ്ട്. അങ്ങനെ ആരാണോ തന്റെ ഉദരത്തിൽ ലോകങ്ങളെ മുഴുവൻ ദമിച്ചിരിക്കുന്നത് അവനാണ് ദാമോദരൻ. യഥാർത്ഥത്തിൽ അതാണ് ദാമോദര ശബ്ദത്തിന് നമ്മൾ ഗ്രഹിക്കേണ്ട അർത്ഥം. മറ്റത് അരഞ്ഞാച്ചരട് കെട്ടിയവൻ ആവും അല്ലേ? നമ്മളൊക്കെ ദാമോദരന്മാരാണ്. നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ട് 28-ന് കെട്ടിയതാണ് അരഞ്ഞാച്ചരട്. അന്ന് തൊട്ട് ദാമോദരന്മാരാണ്. എല്ലാവരുടെ അരയിലും അരഞ്ഞാച്ചരട് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ദാമോദരന്മാരാണ്. ഇനി ആ ദാമോദരൻ എന്നുള്ളത് മാറ്റി എഴുതിയാലോ അർത്ഥം വേറെയോ? വേറെ ചിലർക്ക് അത് എഴുതാനും അറിയില്ല. അപ്പൊ എന്താവും? ദാമോദരൻ എന്ന് എഴുതി വയ്ക്കും. സ്കൂളിൽ പേരുകളൊക്കെ കൊടുക്കുമ്പോൾ അധ്യാപകർക്ക് പോലും പേരറിയില്ല, ശരിക്കും എഴുതാൻ അറിയില്ല. ആ അധ്യാപകർ തന്നെയാണ് തെറ്റെഴുതി വെക്കുന്നത് അല്ലെ? 1-ാം ക്ലാസ്സിൽ അഡ്മിഷന് ചെന്ന് കഴിയുമ്പോൾ പണ്ടത്തെ സ്കൂളുകളിൽ മാഷുമാർ എഴുതി വെക്കുന്നതാണ് ദാമോദരൻ എന്ന്. പലരും അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പേര് കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് അധ്യാപകർ എഴുതി വെച്ചത്. അന്ന് മുതൽക്ക് അത് സർട്ടിഫിക്കറ്റിലായിപ്പോയി. അപ്പൊ ദാമോദരനായിപ്പോയി. അത് ദാമോദരൻ എന്ന് പറഞ്ഞാലോ കയറ് പിടിച്ചവനായി, കയറ് ധരിച്ചവൻ എന്ന് വെച്ചാൽ
യമനും വരുണനും ഒക്കെ. വരുണൻ പാശി എന്ന പേരുണ്ട്, കയർ കയ്യിൽ പിടിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ. യമനും കയർ കയ്യിൽ പിടിച്ചവനാണ്. അപ്പൊ അർത്ഥം മാറിപ്പോ. ആരാ ദാമോദരൻ? ലോകങ്ങളെ മുഴുവൻ തൻ്റെ ഉള്ളില് ദമിച്ചിരിക്കുന്ന ഭഗവാൻ. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ ആ വിശ്വരൂപം ഇവിടെ മറ്റൊരു രീതിയിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു. തന്നെ എന്തുകൊണ്ടാണ് ബന്ധിക്കാൻ കഴിയാതിരുന്നത്? ഈ ഉദരത്തില് ഈ വിശ്വം മുഴുവൻ അടക്കിയിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ഉദരത്തെ ബന്ധിക്കാൻ ആർക്കാ കഴിയുക? അപ്പൊ ഭക്തി കൊണ്ട്, ശരണാഗതി കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, അല്ലെ, അങ്ങനെ ശരണാഗതി അടയുന്നവർക്ക് ഭഗവാൻ തന്റെ കരുണ കൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കും, താൻ ആരെന്ന് അറിയിച്ചു കൊടുക്കും. സ്വബന്ധനെ കൃപയാ ആസീത്, കൃപ കൊണ്ട് ഭഗവാൻ അനുവദിച്ചു കൊടുത്തു അമ്മയ്ക്ക്. ഏവം സന്ദർശിതാഹ്യംഗ ഹരിണാഭൃത്യവശ്യത സ്വവശേനാഭി കൃഷ്ണേന യസ്യേദം സേശ്വരം വശേ. ഏവം സന്ദർശിതാഹ്യംഗ ഹരിണാഭൃത്യവശ്യത സ്വവശേനാഭി കൃഷ്ണേന യസ്യേദം സേശ്വരം വശേ. ഹേ അംഗ, പരീക്ഷത്തിനെ ശുഖബ്രഹ്മർഷി സംബോധനയാണ്. അല്ലയോ പൂജ്യനായ പരീക്ഷത്ത് രാജാവേ, ഏവം സ്വവശേന അപി ഹരിണ കൃഷ്ണേന. ഏവം സ്വവശേന, സ്വവശൻ എന്നാൽ സ്വതന്ത്രൻ എന്നർത്ഥം. താൻ തന്റെ വശത്താണ്. തന്നെ നിയന്ത്രിക്കാൻ, തന്നെ വശത്താക്കാൻ ആരുമില്ല. പൂർണ്ണ സ്വതന്ത്രനാണ്. അങ്ങനെയുള്ള സ്വതന്ത്രേണ ഹരിണ, ആ ഭക്തജനങ്ങളുടെ താപങ്ങളെ, ദുഃഖങ്ങളെ എല്ലാം ഹരിക്കുന്ന, ഇനി അഹങ്കാരം ഹരിക്കുന്ന, അല്ലെ, അജ്ഞാനികളുടെ അജ്ഞാനത്തെ ഹരിക്കുന്ന, അങ്ങനെയുള്ള ഹരിയാൽ, കൃഷ്ണേന, ഇപ്പൊ കൃഷ്ണരൂപത്തിലിരിക്കുന്ന ഭഗവാനാൽ, ഭൃത്യവശ്യത സന്ദർശിത. ഭൃത്യവശ്യത, ഭക്തപരാധീനത. ഞാൻ ഭൃത്യന്മാർക്ക് എത്ര വശ്യനാണ്. ഭൃത്യന്മാർക്ക് എന്നെ പിടിച്ചു കെട്ടാം, ഞാൻ അവരുടെ വശത്താണ്, അവർക്ക് സാധിക്കും. അപ്പൊ തനിക്ക് വേണ്ടി സർവസ്വവും സമർപ്പിച്ച ആളുകൾക്ക്, തന്റെ ഭൃത്യന്മാരായി തനിക്ക് വേണ്ടി സേവ ചെയ്യുന്ന ആളുകൾക്ക്, അനന്യഭക്തന്മാർക്ക് താൻ വശ്യനാണ്, താൻ വശീകരിക്കപ്പെടും, അവരുടെ അധീനത്തിലാണ് താൻ എന്ന് കാണിച്ചു കൊടുക്കണം ലോകത്തിന്. സന്ദർശിത, പ്രകടിത എന്നർത്ഥം. എല്ലാവർക്കും കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്നെ പിടിക്കണോ? എൻ്റെ ആ ഒരു ഭൃത്യഭാവത്തിലേക്ക് ഭക്തിയോടെ ശരണാഗതി പ്രാപിക്കൂ. എന്നെ പൂർണ്ണമായിട്ട് സ്വാമിയായിട്ട് അംഗീകരിക്കൂ. എന്നെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ അനിഷേധ്യനായിട്ടുള്ള നിങ്ങളുടെ മനസ്സിന്റെ ചക്രവർത്തിയായി സ്വീകരിക്കൂ. നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിൽ, അല്ലെ, ലോകത്തിന്റെ മുഴുവൻ അധിപതിയായി എന്നെ പ്രതിഷ്ഠിക്കൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വശത്താകും എന്ന് സൂചിപ്പിക്കണം. അങ്ങനെ സേശ്വരം ഇതം ലോകം യസ്യ വശേ. ഈശ്വരന്മാരോടുകൂടിയ മഹാദേവനും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും അടങ്ങുന്ന ഈ ലോകം ആരുടെ വശേ, ആരുടെ വശത്താണോ ഇരിക്കുന്നത്, അവനിവിടെ അമ്മയുടെ വശത്ത് വഴങ്ങിക്കൊടുത്തു. അമ്മയ്ക്ക് വശ്യത ഉണ്ടായി, ഭൃത്യവശ്യത കാണിച്ചു കൊടുത്തു. അപ്പൊ ഭഗവാൻ ഈ ലോകങ്ങളെ മുഴുവൻ തന്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്നവനാണെന്നാണ് ഈ സൂചന. ഇതം ലോകം സേശ്വരം ഇതം യസ്യ വശേ. ഈ ലോകം മുഴുവൻ ആരുടെ വശത്താണോ അവനെയാണ് അമ്മ സ്നേഹപാശം കൊണ്ടിവിടെ ദാമോദരനാക്കിയത്, ബന്ധിച്ചത്. നേമം വിരിഞ്ചോ നഭവോ ന ശ്രീരപ്യ അംഗസംശ്രയ പ്രസാദം ലേഭിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാത്. നേമം വിരിഞ്ചോ നഭവോ ന ശ്രീരവി അംഗസംശ്രയ പ്രസാദം ലേഭിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാത്. ഗോപി യശോദാദേവി ഈ വിമുക്തിദാത് യത് പ്രസാദം പ്രാപ, വിമുക്തിയെ ദാനം ചെയ്യുന്ന, മോക്ഷത്തെ നൽകുന്നവനായ ഈ ഭഗവാനിൽ നിന്ന് യത് പ്രസാദം പ്രാപ, ഏതൊരു പ്രസാദത്തെ പ്രാപിച്ചുവോ ആ പ്രസാദം, തദിമം, ആ പ്രസാദം, വിരിഞ്ചഃ ഭവഃ അംഗസംശ്രയാ ശ്രീഹി അപി നലേബിരേ നലേബിരേ നലേബിരേ. ലഭിച്ചില്ല. ആർക്ക് ലഭിച്ചില്ല? ഈ പ്രമുഖരായിട്ടുള്ള 3 പേരെ എടുത്തു പറഞ്ഞു. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ല എന്നർത്ഥം. കൈമുതിക ന്യായം എന്താണ്? വിരിഞ്ചഃ,
ബ്രഹ്മദേവൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികർത്താവ്, പ്രജാപതി, പിതാമഹൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഭഗവാന്റെ നേരിട്ട് നാഭീകമലത്തിൽ നിന്ന് വന്ന ഭഗവാന്റെ പ്രതിനിധി, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള സർവജ്ഞനായ ബ്രഹ്മദേവൻ, ആ ബ്രഹ്മദേവന് ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഭഗവാനെ അടക്കി പിടിക്കാൻ, ഭഗവാനെ തന്റെ അധീനത്തിൽ നിർത്താൻ, ഭഗവാന്റെ മുമ്പിൽ എപ്പോഴും തൊഴുതു നിൽക്കാനേ പറ്റുള്ളൂ. ഭഗവാനെ തന്റെ കീഴ്പ്പെടുത്താനായിട്ട് ഒരിക്കലും ബ്രഹ്മദേവന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മഹാദേവനും സാധിച്ചിട്ടില്ല. മഹാദേവനും ഭഗവാന്റെ മുമ്പിൽ വിധേയൻ മാത്രമാണ്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. അതുപോലെ അംഗസംശ്രയാ ശ്രീഹി അഭി, ഭഗവാന്റെ അംഗത്തെ ആശ്രയിച്ചിരിക്കുന്ന, എപ്പോഴും കൂടെ നിന്ന് ഭഗവാനെ സേവിക്കുന്ന ആ ലക്ഷ്മീ ദേവിയെ പോലും ഈ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. ലക്ഷ്മീ ദേവിക്ക് പോലും ഈ യശോദയ്ക്ക് കിട്ടിയ ഭാഗ്യം, ഇങ്ങനെ ഭഗവാനെ അടക്കി നിർത്താനുള്ള ഒരു ഭാഗ്യം, അല്ലേ, പാശബന്ധം ചെയ്യാനുള്ളതായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പൊ യശോദ എത്ര ഭാഗ്യവതിയാണ്. എന്ന തപം ചെയ്തനൈ, അല്ലേ, യശോദ എന്ന തപം ചെയ്തനൈ. ഈ പാട്ടിൽ തന്നെ ഒരു സ്റ്റാൻസിലുണ്ട്, பிரம்மனும் இந்திரனும் மனதில் பொறாமை கொள்ள, பிரம்மனும் இந்திரனும் மனதில் பொறாமை கொள்ள, உரலில் கட்டி வாய் பொத்தி கெஞ்ச வைத்தாய் தாயே, உரலில் கட்டி வாய் பொத்தி கெஞ்ச வைத்தாய் தாயே, என்ன தவம் செய்தனை. അപ്പൊ ബ്രഹ്മനും ഇന്ദ്രനും, ബ്രഹ്മൻ എന്ന് തമിഴിൽ പറയുമ്പോൾ ബിറമ്മൻ എന്നൊക്കെ പോകും. ബിറമ്മനും ഇന്ദ്രനും, ബ്രഹ്മനും ഇന്ദ്രനുമൊക്കെ മനതിൽ പൊറാമൈക്കൊള്ള, അസൂയ തോന്നുന്ന രീതിയിൽ, പൊറാമൈ എന്ന് പറഞ്ഞാൽ അസൂയ. അപ്പൊ മനസ്സിൽ അസൂയ തോന്നുന്ന രീതിയിൽ മനതിൽ പൊറാമൈക്കൊള്ള, ഉരലിൽ കട്ടി വായ് പൊത്തി കെഞ്ച വൈത്തായി, ആ മകനെ ഉരലിൽ ബന്ധിച്ചിട്ട് ഒരു അടിമയെ പോലെ, അവശനെ പോലെ വായ് പൊത്തി കെഞ്ചുക എന്നുള്ളൊരു ദീനാവസ്ഥയെ കൃഷ്ണനെ പ്രാപിപ്പിച്ചു. തായേ, അമ്മേ, നീ എന്ത് തപസ്സാണ് ചെയ്തത് എന്ന് ചോദിക്കണം. എന്ന തപം ചെയ്തണൈ. അപ്പോ ഇതന്നെയാണ് ഭാഗവതം തന്നെയാണ് എല്ലാറ്റിൻ്റെയും, എല്ലാ കീർത്തനങ്ങൾക്കും ബേസ് എന്ന് പറയാം. അറിവുള്ള ഋഷിതുല്യരായിട്ടുള്ള കവികളാണ് അവർ. ഇത് നന്നായിട്ട് അവർ പാടി ലോകത്തിലേക്ക് എത്തിച്ചു. ഈ കഥകളൊക്കെ അവർ പാട്ടിലൂടെ ആളുകളെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പോ നേമം വിരിഞ്ചോ നഭവോ നശ്രീരപ്യസ അംഗസംശ്രയ പ്രസാദം ലേഭിരേ ഗോപീ യത്തത് പ്രാപ വിമുക്തിദാത് നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തിമതാമിഹ. നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തിമതാമിഹ. അയം ഭഗവാൻ ഗോപികാസുതഃ, ഈ ഭഗവാനായ ഇപ്പതാ ഗോപികാസുതനായിരിക്കുന്ന ഈ കൃഷ്ണൻ, ഇഹ ഭക്തിമതാം യഥാ ആത്മഭൂതാനാം ജ്ഞാനിനാം ദേഹിനാം സുഖാപഹ ന. ഇവിടെ ഭക്തന്മാർക്ക് എങ്ങനെ എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയുമോ അതുപോലെ മറ്റുള്ളവർക്കൊന്നും പറ്റില്ല എന്ന് ആ ഭക്തിമാർഗത്തെക്കുറിച്ച് ഒന്നുകൂടെ എടുത്തു പറയണം. അതാണ് ഇഹ ഭക്തിമതാം യഥ, ഭക്തിമാന്മാർക്ക്, ഭക്തി എന്ന് പറഞ്ഞാൽ ആ ഭഗവാനോടുള്ള ശരണാഗതി, അഹങ്കാരരഹിതമായ വിനയത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാനെ തന്റെ സ്വാമിയായി അംഗീകരിച്ചുകൊണ്ട് താൻ ഭൃത്യഭാവത്തിലുള്ള ഭാവമാണ് ഭക്തി. ഭജിക്കുന്നവനാണ് ഭക്തൻ. അപ്പൊ ആ ഭജന ചെയ്യുന്ന ഭൃത്യഭാവത്തിലുള്ളതായിട്ടുള്ള ആളുകൾക്ക്, വിനയാന്വിതരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ ഭഗവാനെ സ്വന്തമാക്കാൻ പറ്റുമോ, എന്നാൽ ആത്മഭൂതാനാം ജ്ഞാനിനാം, സ്വയം ആത്മാവായി ഭവിച്ചിരിക്കുന്ന പരമാത്മജ്ഞാനം നേടി ബ്രഹ്മവിത്തുക്കളായിരിക്കുന്ന ജ്ഞാനികൾക്കോ, അല്ലെങ്കിൽ ദേഹിനാം, മറ്റു ദേഹാഭിമാനികളായിട്ടുള്ളവർക്കോ സുഖാപഹ ന, സുഖമായി പ്രാപിക്കാൻ കഴിയുന്നവനല്ല. ഇപ്പൊ ഭക്തിയാണ് ഭഗവാനെ പ്രാപിക്കാനുള്ള എളുപ്പ വഴി. ബാക്കിയുള്ള മാർഗങ്ങളൊക്കെ കഷ്ടമുള്ളതാണ്. എന്ന് വെച്ചാൽ കർമ്മയോഗവും ജ്ഞാനയോഗവും ഒക്കെ കഷ്ടമുള്ളതാണ്
ഭക്തിയോഗമാണ് സുഗമം എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഇത് തന്നെ മേൽപ്പത്തൂരും എടുത്ത് വിസ്തരിച്ച് പാടിയത്. നായം സുഖാബോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തിമദാമിഹ കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രായാം മാതരി പ്രഭുഃ അദ്രാക്ഷീദർജുനൗ പൂർവം ഗുഹ്യകൗ ധനദാത്മജൗ. കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രായാം മാതരി പ്രഭുഃ അദ്രാക്ഷീത് അർജുനൗ പൂർവം ഗുഹ്യകൗ ധനദാത്മജൗ. അങ്ങനെ ഭഗവാനെ ഉരലിൽ ബന്ധിച്ച് യശോദ വിജയിച്ചവളെ പോലെ, അല്ലെ, തൽക്കാലം ഒത്തിരി വിജയിച്ച പോലെ ആയിട്ട് ഭഗവാനോട് കൃഷ്ണനോട് പറഞ്ഞു, ഇവിടെ കിടക്ക്, നിന്നെ ഇന്ന് എവിടേക്കും വിടുന്നില്ല, നീ എവിടെയും പോകരുത് എന്ന് പറഞ്ഞ് ബന്ധിച്ച് അവിടെ ഇട്ടു. എന്നിട്ട് മാതരി ഗൃഹകൃത്യേഷു വ്യഗ്രായാം സത്യാം. ആ മാതാവ് ഗൃഹകൃത്യങ്ങളിൽ വ്യഗ്രയായപ്പോൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ പകുതിയിലിട്ടിട്ടാ വന്ന്, അവിടെ തൈര് മുഴുവൻ അടിച്ചുടച്ച പാത്രത്തോടു കൂടി അവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ അടിച്ച് പെറുക്കി കൂട്ടി വാരിക്കൂട്ടി തുടയ്ക്ക് എത്ര പണിയാണ്. ദാസികളൊക്കെ അവിടെ പോയിരിക്കണു മറ്റേ ഇന്ദ്രയാഗം നടത്താനുള്ള സഹായത്തിന്. അപ്പൊ ഇനിയിപ്പോ താൻ തന്നെ വേണം വീടൊക്കെ വൃത്തിയാക്കാൻ. ആ അടുപ്പത്തോ അത് പാലൊക്കെ പൊങ്ങിപ്പോയത് ഒരുപാട് പറ്റിപ്പിടിച്ചതൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് ഒരുപാട് പണികളുണ്ട്. അപ്പൊ അങ്ങനെ യശോദ ഗൃഹകൃത്യേഷു വ്യഗ്രായാം ആ പ്രഭുഹു കൃഷ്ണ തു, ആ പ്രഭുവായ സമർത്ഥനായ സർവശക്തനായ ആ ഭഗവാൻ കൃഷ്ണൻ എന്ത് തീരുമാനിച്ചു? അദ്രാക്ഷീത് അർജുനൗ. അർജുനൗ എന്ന് പറഞ്ഞാൽ രണ്ട് അർജുന വൃക്ഷങ്ങളെ, അർജുന വൃക്ഷങ്ങൾ മരുതു വൃക്ഷങ്ങൾ, ആ രണ്ട് മരുതു വൃക്ഷങ്ങളെ അദ്രാക്ഷീത് ദർശിച്ചു. അവരാരാണ്? പൂർവം ധനദാത്മജൗ ഗുഹ്യകൗ. പണ്ട് ധനതന്റെ ആത്മജന്മാരായിരുന്നു, കുബേരന്റെ രണ്ട് പുത്രന്മാരായിരുന്നു ഗുഹ്യകന്മാരെന്ന് പറഞ്ഞാൽ യക്ഷന്മാര്. അപ്പൊ പൂർവം യക്ഷന്മാരായിരുന്ന രണ്ട് കുബേരപുത്രന്മാരായിരുന്നവർ ഇപ്പതാ വൃക്ഷരൂപത്തിൽ നിൽക്കുന്നു. അവർക്ക് അനുഗ്രഹിക്കണം, അവർക്ക് ഗതി കൊടുക്കണം പാവങ്ങൾ എന്ന് ഭഗവാന് തോന്നി, അവരോട് കാരുണ്യം തോന്നി. കാരണം അവരാണ് വാസ്തവത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവര്, അല്ലേ? ഭഗവാന്റെ ഗോകുലത്തിൽ ഇങ്ങനെ നിറഞ്ഞ വലിയ വൃക്ഷങ്ങളായി നിൽക്കുകയാണ്. അപ്പോൾ ഗോകുലത്തിൽ ഭഗവാൻ എവിടെ പോയാലും അവർക്ക് കാണാം. ഭഗവാൻ ഏത് ലീല ചെയ്താലും സാക്ഷികളാണ് അവര്. നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ബോധമുണ്ട്, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ചെയ്യുന്ന ലീലകൾ ഏറ്റവും അധികം സാക്ഷികളായിരിക്കുന്നത് ഈ രണ്ടുപേരായിരിക്കണം. അപ്പോൾ അവർക്ക് ഇപ്പോൾ വൃക്ഷാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള യോഗ്യതയായി. എന്താ യോഗ്യത? ഭഗവാന്റെ ലീലകൾ കണ്ടത് തന്നെ. ഭഗവാന്റെ ലീലകൾ കണ്ടതോടുകൂടി അവരുടെ ഹൃദയം ആർദ്രമായിട്ടുണ്ടാവും, അവരുടെ അഹങ്കാരം പൂർണ്ണമായി ശമിച്ചിട്ടുണ്ടാവും, ഭഗവാന്റെ മഹിമ അവരെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ആ ഭഗവാന്റെ സേവകന്മാരായി കഴിഞ്ഞോളാമെന്നുള്ള പശ്ചാത്താപം അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എന്തൊക്കെ നല്ല ചിന്തകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവണോ ആ ചിന്തകളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് ഭഗവാന്റെ ലീലകൾ ഇത്രയും കാലം കണ്ടത്. ഏകദേശം 3 വർഷത്തിലധികമായി കാണുന്നു. ഇപ്പൊ ഭാഗ്യമല്ലേ? അങ്ങനെ ഭാഗ്യം ചെയ്ത ആ അർജുന രൂപത്തിൽ, വൃക്ഷരൂപത്തിൽ നിൽക്കുന്ന അവരെ, ആ കുബേരപുത്രന്മാരെ ഭഗവാൻ അദ്രാക്ഷി ദർശിച്ചു. പുരാ നാരദശാപേന വൃക്ഷതാം പ്രാപിതൗ മദാദ് നളകൂപരമണിഗ്രീവൗ ഇതി ഖ്യാതൗ ശ്രിയാന്വിതൗ. പുരാ നാരദശാപേന വൃക്ഷതാം പ്രാപിതൗ മദാദ് നളകൂപരമണിഗ്രീവൗ ഇതി ഖ്യാതൗ ശ്രിയാന്വിതൗ. ഇവര് പുരാ നളകൂപരമണിഗ്രീവൗ ഇതി ഖ്യാതൗ. നളകൂപരനും മണിഗ്രീവനും രണ്ട് പേരുകളാണ്. കുബേരന്റെ രണ്ട് മക്കൾ, ഒരാള് നളകൂപരൻ, മറ്റൊരാള് മണിഗ്രീവൻ. ഇങ്ങനെയുള്ള രണ്ടു പേരിൽ ഖ്യാതിയോടുകൂടി ശ്രിയാന്വിതൗ, ശ്രിയാ അന്വിതൗ, എല്ലാ ഐശ്വര്യത്തോടും കൂടിയവരായിരുന്നു. കുബേരന്റെ മക്കളല്ലേ, ധനധനല്ലേ കുബേരൻ, എല്ലാ നിധികളുടെയും അധിപതിയാണ്. അപ്പൊ പിന്നെ ഏറ്റവും വലിയ ധനികന്മാരെന്നുള്ള അഹങ്കാരത്തോടു കൂടി, അതാണ് മദാന്വിതവും. ഇവിടെ മദാദ് എന്ന് പറയുന്നുണ്ട്, മതം കൊണ്ട്. അപ്പൊ അവര് ഈ ഖ്യാതിയുള്ള അവര് മദാദ്
നാരദശാപേന വൃക്ഷതാം പ്രാപിതൗ. അവരുടെ മതം കാരണമായിട്ട്, അഹങ്കാരം കാരണമായിട്ട്, ഐശ്വര്യ മതം കാരണമായിട്ട് നാരദന്റെ ശാപത്തിന് വിധേയരാവേണ്ടി വന്നു. അവരുടെ കൊള്ളരുതാത്ത പ്രവൃത്തികൾ നാരദ മഹർഷിയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളില് കരുണ തന്നെയാണ് അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഇവരെ ശപിച്ചു. ഇവരിങ്ങനെ ആയാൽ ശരിയാവില്ല, ഇവരെ ശിക്ഷിച്ച് നേരെയാക്കി എടുക്കണം എന്ന് തീരുമാനിച്ച് ഒരു ജീവപര്യന്തം തടവിന് വിധിച്ചതുപോലെ ഇവരെ കുറെ കാലം നാരദ മഹർഷി ഇവർക്ക് എന്താ പറയുക, ദുർഗുണ പരിഹാര പാഠശാലയിലൊക്കെ അയച്ച് ആളുകളെ നേരെയാക്കി കൊണ്ടുവരില്ലേ, കൗൺസിലിംഗ് ഒക്കെ കൊടുത്തും മറ്റുമൊക്കെ ശരിയാക്കി കൊണ്ടുവരുന്നത് പോലെ ഇവിടെ നാരദ മഹർഷിയുടെ ഒരു ശിക്ഷയാണ്, അത് അനുഗ്രഹമാണ് ഇവരെ നേരെയാക്കി കൊണ്ടുവരാൻ. ഇവരുടെ ദോഷങ്ങളൊക്കെ തീർത്ത് അവർ നല്ല കുബേരന്റെ മക്കളായി തീരാൻ. കുബേരൻ നല്ലൊരു ഭക്തനാണ്, മഹാനാണ്, അദ്ദേഹത്തെ പോലെ ആക്കണം മക്കളെ എന്ന് കരുതി അനുഗ്രഹിച്ചതാണ്. എന്തായാലും അവരെ ഭഗവാൻ ദർശിച്ചു. അപ്പൊ ഇനി ഈ കഥയിലേക്ക് കൂടുതൽ വിസ്തരിച്ച് അടുത്ത അധ്യായത്തിൽ പോകുന്നു. കാരണം പരീക്ഷിത രാജാവ് തന്നെ ചോദിക്കുന്നുണ്ട്, അതെന്താ നാരദ ശാപത്തിന് കാരണം, എന്തിനാ നാരദൻ കുബേരന്റെ മക്കളെ ശപിച്ചത് എന്നുള്ളതായിട്ടുള്ള കാര്യം ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ രണ്ടുപേർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുന്ന കഥ പറയുന്നു. അങ്ങനെ ഭഗവാൻ അവർക്ക് രണ്ടുപേർക്കും ആ വൃക്ഷാവസ്ഥയിൽ നിന്ന്, സ്ഥാവരാവസ്ഥയിൽ നിന്ന്, അസ്വതന്ത്ര അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ അവർക്ക് കൊടുക്കുന്നു. അവര് ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ച് യാത്രയാവുന്ന രംഗവും അത് നമുക്ക് അടുത്ത അധ്യായത്തില് 10-ാം അധ്യായത്തിൽ കാണാം. ഇപ്പൊ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ താമസ നിരോധ നിരൂപണ പ്രകരണേ ഗോപീ പ്രസാദോ നാമ നവമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. നാളെ ഞായറാഴ്ച, നാളെ നോക്കാം, നാളെ രാവിലെ നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. കായേന വാച ചൊല്ലിയ സംശയായി. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശരി, ശുഭരാത്രി.